Good evening, എല്ലാവർക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫങ്ഷൻസിൻ്റെ സം ഗ്രാഫ്സ് ഓഫ് സർട്ടൻ ഫങ്ഷൻസ്, പിന്നെ ഗ്രാഫ് നോക്കിയിട്ട് എങ്ങനെ ഡൊമെയിൻ കാണാം, റേഞ്ച് കാണാം. ഇതാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടുഡേ വിൽ ബി ഡിസ്കസിങ് സം ഗ്രാഫ്സ് ഓഫ് സർട്ടൻ ഫങ്ഷൻസ്, പിന്നെ ഫ്രം ദ ഗ്രാഫ്സ് ഓർ അതർവൈസ് ഹൗ ടു ഫൈൻഡ് ദ ഡൊമെയിൻ ഓഫ് എ ഫങ്ഷൻ, ഹൗ ടു ഫൈൻഡ് ദ റേഞ്ച് ഓഫ് എ ഫങ്ഷൻ. നമ്മൾ പറഞ്ഞു ഇന്നലെ കഴിഞ്ഞ ദിവസം എപ്പോഴാണ് റിലേഷൻ ഫങ്ഷൻ ആവുക പറഞ്ഞു. എപ്പോഴാണ് റിലേഷൻ ഫങ്ഷൻ ആവുക? എ എന്നുള്ള സെറ്റിൽ നിന്ന് ബി എന്നുള്ള സെറ്റിലേക്കുള്ള റിലേഷൻ എപ്പോഴാണ് ഫങ്ഷൻ ആവുക? എല്ലാവർക്കും, എയിലുള്ള എല്ലാവർക്കും യുണീക്ക് ആയിട്ടുള്ള ഇമേജ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും ആ റിലേഷൻ ഫങ്ഷനാണ്. എല്ലാ ഫങ്ഷനും റിലേഷനാണ്, പക്ഷെ എല്ലാ റിലേഷനും ഫങ്ഷൻ അല്ല. ഓക്കെ, ഇനി ചില റിലേഷന് മാത്രമേ, ചില ഫങ്ഷന് മാത്രമേ ഗ്രാഫ് ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് ഗ്രാഫ് ഓഫ് എ ഫങ്ഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് സർട്ടൻ ടൈപ്സ് ഓഫ് ഗ്രാഫ്സ് നോക്കൂ. എഫ് ഇസ് എ വി കോൾ ഇറ്റ് ആസ് ഐഡന്റിറ്റി ഫങ്ഷൻ. ഈ ഫംഗ്ഷന് പറയുകയാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഈ ഗ്രാഫിന്റെ പേര് അതായത് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഇക്വൽ ടു എക്സ്, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഇക്വൽസ് എക്സ്. അതാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. അപ്പോൾ ഐഡന്റിറ്റി ഫംഗ്ഷന്റെ പ്രത്യേകത എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ്. എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം റിയൽ നമ്പർ ടു റിയൽ നമ്പർ. അതായത് ഡൊമെയിനും റിയൽ നമ്പേഴ്സ് ആണ്, കോഡൊമെയിനും റിയൽ നമ്പേഴ്സ് ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഇതിന്റെ ഗ്രാഫ് ഇത് വൈ ആക്സിസും എക്സ് ആക്സിസും ആണെങ്കിൽ ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുക? എക്സ് 0 ആകുമ്പം 0 ആണ്, കാരണം വൈ ഈക്വൽ ടു എക്സ് ആണല്ലോ. എക്സ് 0 ആകുമ്പം വൈയും 0 ആണ്. അതായത് വൈ ഈക്വൽസ് എക്സിന്റെ ഗ്രാഫ് എഫ് ഓഫ് എക്സ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് എഫ് ഓഫ് വൈ. അപ്പോൾ വൈ ഈക്വൽസ് എക്സ് ആണ്. എക്സ് 0 ആകുമ്പം വൈയും 0 ആണ്. നമ്മൾ ഇങ്ങനെയാണ് ആക്ച്വലി ചെയ്യേണ്ടത്. എക്സ് എഴുതുക, വൈ എഴുതുക. ഇനി എക്സ് 0 ആകുമ്പോൾ വൈയും 0 ആണ്. എക്സ് 1 ആകുമ്പോൾ വൈ 1 ആണ്. എക്സ് -1 ആകുമ്പോൾ വൈ -1 ആണ്. അപ്പോൾ കുറച്ച് പോയിന്റ്സ് കിട്ടും. 1 1, ഇവിടെ -1. ഇത് റിയൽ ടു റിയൽ ആണെങ്കിൽ നമുക്ക് യോജിപ്പിക്കാം. ദിസ് ഇസ് എ ഗ്രാഫ്. നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ കുത്ത് 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 അതായിരിക്കും ഗ്രാഫ്. അപ്പോൾ ഇവിടെ റിയൽ നമ്പർ ടു റിയൽ നമ്പർ, അതാണ് ഡൊമെയിൻ. അപ്പോൾ ഡൊമെയിൻ ഇസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. Range is also real numbers. Our range is equal to range una set of all real numbers ആണ്, ഡൊമെയിനും സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്താ ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്നാൽ ഒന്നും ചെയ്യാത്ത ഫംഗ്ഷൻ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഒരു ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് 1 എന്താ 1, എഫ് ഓഫ് 2 എന്താ 2, എഫ് ഓഫ് 3 എന്താ 3. അപ്പോൾ എഫ് ഒന്നും ചെയ്യില്ല. ഇൻപുട്ട് എന്താണോ അത് തന്നെയായിരിക്കും ഔട്ട്പുട്ട്. വി കോൾ ഇറ്റ് ആസ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഓക്കെ, ഇത് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഗ്രാഫാണ്. ഈ ഗ്രാഫിന്റെ പ്രത്യേകത ഇത് ഒറിജിനിലൂടെ പാസ് ചെയ്യും, പിന്നെ ഈ ആംഗിൾ ബൈസെക്ട് ചെയ്യും. ഫസ്റ്റ് ക്വാഡ്രന്റിനെയും തേർഡ് ക്വാഡ്രന്റിനെയും ബൈസെക്ട് ചെയ്യും. അതായത് ഈ ആംഗിൾ ഇത് 90 ഡിഗ്രീസ് അല്ലേ, ഇത് 45 ആയിരിക്കും. ഇറ്റ് ബൈസെക്ട്സ് ദ ഫസ്റ്റ് ക്വാഡ്രന്റ് ആസ് വെൽ ആസ് ഇൻ ദ ബൈസെക്ട്സ് ദ ക്വാഡ്രന്റ്സ്, ഫസ്റ്റ് ക്വാഡ്രന്റ് ആൻഡ് തേർഡ് ക്വാഡ്രന്റ്. അതൊക്കെ ഓർക്കാം. ഇറ്റ് ഇസ് മേക്കിംഗ് ആൻ ആംഗിൾ 45 ഡിഗ്രീസ് ടു ദ എക്സ് ആക്സിസ്. വീണ്ടും നമ്മൾ 2-dimensional geometry പഠിക്കുമ്പോൾ we can see that this is a straight line passing to the origin and having slope 1, tan 45 1 ആണ്. അതൊക്കെ അതിൻ്റെ ഉപയോഗങ്ങളാണ്. അപ്പം അത് ശ്രദ്ധിക്കണം. y is equal to x. അതാണ് ആദ്യത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ നമ്മൾ ഈ ഓർഡറിൽ തന്നെ പറയാം. ഇതിൻ്റെ ഓർഡർ ഗ്രാഫ് ഇസ് എ സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ടു ദ ഒറിജിൻ. നമ്മൾ ഗ്രാഫ് വരച്ചു. സ്ട്രേറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇത് എൻഡ്ലെസ് ആയിട്ട് ഇങ്ങനെ പോകും. ഇനി അടുത്തത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. അടുത്ത ഗ്രാഫ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. വാട്ട് ഡു യു മീൻ ബൈ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്നാൽ ദാറ്റ് ഫംഗ്ഷൻ വിച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇപ്പം നമ്മൾ പറയാറില്ലേ, ഇപ്പം നമ്മൾ പറയാറില്ലേ ഏതെടുത്താലും 10 രൂപ, അതായത് ഇതൊക്കെ 10ലേക്ക് അസോസിയേറ്റ് ചെയ്യാം. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽസ് സി, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽസ് കെ. അപ്പം അതും അതെ റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ്. F is a function from real number to real number defined as f of x equal to c, a constant. C is a constant. ഇതിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽസ് 10 ആണെങ്കിൽ എഫ് ഓഫ് 2 10 ആയിരിക്കും, എഫ് ഓഫ് 3 10 ആയിരിക്കും, എഫ് ഓഫ് എനി നമ്പർ 10 ആയിരിക്കും. എല്ലാവരും കൂടി ഔട്ട്പുട്ട് സിയിലേക്ക് പോവാം, 10ലേക്ക് പോവാം. ഇതെങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കാം? ഇത് വൈ ആക്സിസ് എക്സ് ആക്സിസ്. y is equal to x ന്റെ ഗ്രാഫ് അല്ല, എന്താണ് സിയുടെ ഗ്രാഫ്. ഇത് സി പോസിറ്റീവ് ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഗ്രാഫ്. ഇത് സി ആച്ചു. This is a graph. It's a straight line
which is parallel to x-axis. Parallel to x-axis. ഈ സി 0 ആയാൽ അത് x-axis ആവും. സി പോസിറ്റീവ് ആണെങ്കിൽ മേലേക്കും സി നെഗറ്റീവ് ആണെങ്കിൽ താഴെ. വി കോൾ ദിസ് ആസ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. അപ്പോൾ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ് എന്താ? എഫ് ഓഫ് 1 സി ആയിരിക്കും, എഫ് ഓഫ് 2 സി ആയിരിക്കും, എഫ് ഓഫ് എനി നമ്പർ, എഫ് ഓഫ് 0 സി ആയിരിക്കും, എഫ് ഓഫ് -1 സി ആയിരിക്കും, എഫ് ഓഫ് എനി നമ്പർ ഇസ് സി. What is the graph of a constant function? It is a straight line which is parallel to x-axis. But what is the domain of a constant function? Domain is set of all real numbers. And range, what is the range? Range of the function is set C. Set C. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ഓർക്കുക, ഡൊമെയിനും റേഞ്ചും ഗ്രാഫ് ഉള്ള ഫംഗ്ഷന് ഡൊമെയിനും റേഞ്ചും കാണാൻ ഒരു സൂത്രമുണ്ട്. ഞാൻ ആ സൂത്രം പറയാം, നമുക്കത് പിന്നീട് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഇത് y ആക്സിസ് ആണ്, ഇത് x ആക്സിസ് ആണ് വെച്ചോളൂ. സപ്പോസ് യു ഹാവ് എ ഗ്രാഫ് ലൈക്ക് ഗ്രാഫ് ഇങ്ങനെ പോകുന്നുണ്ട്, ഇവിടുന്ന് തൊട്ട് ഇവിടെ വരെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് ഇതായിരിക്കും ഡൊമെയിൻ, ഇതായിരിക്കും അതിന്റെ ഡൊമെയിൻ. റേഞ്ച് പറയുന്നത് ഇതായിരിക്കും റേഞ്ച്. അപ്പൊ ഇതാണ് ഡൊമെയിൻ, ഇതാണ് റേഞ്ച്. അപ്പൊ ആക്ച്വലി വാട്ട് ഇസ് ദ ഡൊമെയിൻ? ഫംഗ്ഷൻ ഇവിടുന്ന് തുടങ്ങി ഇവിടെ അവസാനിക്കണം കേട്ടോ. അപ്പൊ ഡൊമെയിൻ എന്ന് പറയുന്നത് ഗ്രാഫ് ഉള്ള ഫംഗ്ഷനെ വർക്ക് ചെയ്യൂട്ടത്. ഡൊമെയിൻ പ്രൊജക്ഷൻ ഓഫ് ദ ഗ്രാഫ് ഓൺ എക്സ് ആക്സിസ് ആണ് ഡൊമെയിൻ. വാട്ട് ഇസ് ദ ഡൊമെയിൻ? പ്രൊജക്ഷൻ ഓഫ് ദ ഗ്രാഫ് ഓൺ എക്സ് ആക്സിസ് ആണ് ഡൊമെയിൻ. ആൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് ദ ഗ്രാഫ് ഓൺ വൈ ആക്സിസ് ആണ് ആക്ച്വലി റേഞ്ച്. അപ്പൊ ഗ്രാഫ് വരയ്ക്കാൻ പറ്റിയാൽ യു ക്യാൻ ഗെസ് വാട്ട് ഇസ് ദ ഡൊമെയിൻ ആൻഡ് range. It is a projection of the graph on x-axis and the domain. Projection of the graph on x-axis. On x-axis. X-axis ആണല്ലോ നമ്മളെ ഡൊമെയിൻ. ഇത് റിയൽ ലൈൻ ആണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ റിയൽ ഫംഗ്ഷനും റിയൽ വാല്യൂഡ് ഫംഗ്ഷനും ആണല്ലോ. അപ്പോൾ പ്രൊജക്ഷൻ ഓഫ് ദ ഗ്രാഫ് ഓൺ x-axis ആണ് ഡൊമെയിൻ. And what is the range? Range എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? Range is projection of the graph on y axis. അതായിരിക്കും റേഞ്ച്. അപ്പൊ ഇത് ഈ ഐഡിയ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ സാധിച്ചാൽ ഡൊമെയിനും റേഞ്ച് പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ഒരു റിസൾട്ടാണ്. Projection of the graph on x-axis the domain, projection of the graph on y-axis the range. Okay, അപ്പോൾ നമ്മൾ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, അപ്പോൾ രണ്ട് ഫംഗ്ഷൻസ് പഠിച്ച്, എന്താ ഐഡന്റിറ്റി ഫംഗ്ഷൻ പിന്നെ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. ഓക്കെ, ഐഡന്റിറ്റി ഫംഗ്ഷൻ പിന്നെ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഫംഗ്ഷൻ ഏതാ നോക്കാം. ഇതിൽ തന്നെ നോക്കാം, നമ്മൾ NCERT വെച്ചിട്ട് തന്നെ പഠിക്കാം. ഇതാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഡൊമെയിൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്, റേഞ്ച് സെറ്റ് C ആണ്. പിന്നെ പഠിക്കുന്നത് നമ്മൾ ഇപ്പോൾ കണ്ടോ, ഇതാണ് പോളിനോമിയൽ ഫംഗ്ഷൻ. പോളിനോമിയൽ ഫംഗ്ഷൻ തോന്നിയതൊക്കെ ആവാം. എന്താ ജനറൽ പോളിനോമിയൽ? എന്താ പോളിനോമിയൽ ഫംഗ്ഷൻ? കുറേ ഉണ്ട്, ഇഷ്ടംപോലെ ഫംഗ്ഷൻ ഉണ്ട്, അതിനൊക്കെ ഗ്രാഫ് ഉണ്ട്. ജനറൽ ആയുള്ള പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഇതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽസ് a0 + a1x + a2x² + anx⁻1. ഇത് nth ഡിഗ്രി പോളിനോമിയൽ ആണ്. അപ്പൊ nth ഡിഗ്രി പോളിനോമിയൽ ആയതുകൊണ്ടാ ഇത് കണ്ടോ, x⁴ + √2x അത് പോളിനോമിയൽ ആണ്. പക്ഷേ x⁴2/3 + 2x പോളിനോമിയൽ അല്ല. നിങ്ങൾക്കറിയാലോ പോളിനോമിയലിന്റെ എക്സിന്റെ പവർ എന്താണ്? നാച്ചുറൽ നമ്പർ ആണ്. എക്സിന്റെ പവർ നാച്ചുറൽ നമ്പർ ആണ്. പക്ഷേ കോഎഫിഷ്യന്റ് റിയൽ ആയാൽ മതി. കോഎഫിഷ്യന്റ് എന്താ പറയാ, റിയൽ ആയാൽ മതി. കോഎഫിഷ്യന്റ് ഇറാഷണൽ നമ്പർ ആയാലും കുഴപ്പമില്ല, പക്ഷേ ഫ്രാക്ഷൻ ആയാലും കുഴപ്പമില്ല. പക്ഷേ എക്സിന്റെ പവർ ഫ്രാക്ഷൻ ആവാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. കണ്ടോ, ഫംഗ്ഷൻ അല്ല, ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ അല്ല. കാരണം എന്താ? എക്സിന്റെ പവർ ഫ്രാക്ഷൻ ആയതുകൊണ്ട്. ഓക്കെ, ഇതൊരു, അപ്പം ഇതിൽ സ്റ്റാൻഡേർഡ് ആയിട്ടില്ല, ജനറൽ ആയിട്ടുള്ള nth ഡിഗ്രി പോളിനോമിയൽ എന്താ? a0 ഇങ്ങനെയാണ്, a0 + a1x + a2x² + anx⁻1. അതൊരു nth ഡിഗ്രി പോളിനോമിയൽ ആണ്. ഓക്കെ, അപ്പൊ nth ഡിഗ്രി പോളിനോമിയലിന് ഗ്രാഫ് ഉണ്ടോ ചോദിച്ചാൽ 4th ഡിഗ്രി 5th ഡിഗ്രിക്ക് ആകുമ്പോൾ ഗ്രാഫ് വളരെ കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പൊ അതിൽ ബേസിക് ആയിട്ടുള്ള 1-2 ഗ്രാഫ്. ആക്ച്വലി ഈ ഐഡന്റിറ്റി ഫംഗ്ഷൻ പോളിനോമിയൽ ആണ്, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ പോളിനോമിയൽ ആണ് അല്ലേ? ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്താ? എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ്, അത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ സി, അതൊരു 0 ഡിഗ്രി പോളിനോമിയൽ ആണ് അല്ലേ? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ 0 ഡിഗ്രി പോളിനോമിയൽ. അപ്പൊ നമ്മൾ അതിൽ ബേസിക് ആയിട്ടുള്ള 2-3 പോളിനോമിയൽ ഫംഗ്ഷൻ പഠിക്കുകയാണ്. ഒന്ന് എഫ് ഓഫ് എക്സ് ഈക്വൽസ് x². കണ്ടോ, ഈസ് നോട്ട് എ പോളിനോമിയൽ y. എന്തുകൊണ്ടാണ് ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ ആവാത്തത്? എന്തുകൊണ്ടാണ്? എക്സിന്റെ പവർ നാച്ചുറൽ നമ്പർ അല്ലാത്തതുകൊണ്ട്. ഇപ്പൊ √x x⁵5/3 ഇവിടെ ഒരു ഫ്രാക്ഷൻ വരും. അങ്ങനെയാണെങ്കിൽ അത്
ഇതല്ല. പക്ഷേ ഇവിടെ കോഎഫിഷ്യന്റ് റൂട്ടോ ഇറാഷണൽ നമ്പർ ആയാലും കുഴപ്പമില്ല, ഇറ്റ്സ് എ പോളിനോമിയൽ. അപ്പോൾ ഇതിൽ എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ്, ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ എക്സാമ്പിൾ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ പോളിനോമിയൽ ഫംഗ്ഷൻ ഇതൊന്നുമല്ല, എക്സ് സ്ക്വയർ അല്ല. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ആർ ദേർ വിച്ച് ആർ പോളിനോമിയൽ ഫംഗ്ഷൻ. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1, എക്സ് ക്യൂബ്, എക്സ് റേസ് ടു 5, എക്സ് റേസ് ടു 10 എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1, ഇതൊക്കെ പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ് അല്ലേ. അപ്പം അതിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു 2-3 പോളിനോമിയൽ ഫംഗ്ഷൻസ് പഠിക്കുകയാണ്. ഒന്ന് എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ്, അത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, വിച്ച് ഇസ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. പിന്നെ എഫ് ഓഫ് എക്സ് ഈക്വൽസ് സി, എഫ് ഓഫ് എക്സ് സി ഇസ് എൻ ഐഡന്റിറ്റി ഫംഗ്ഷൻ, ഇസ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, ഇസ് എ സീറോ പോളിനോമിയൽ. പിന്നെ നമ്മൾ പഠിച്ചത് എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. വാട്ട്സ് ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് സ്ക്വയർ? അപ്പൊ ഇതാണ് വൈ ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്, എക്സ് ആക്സിസ് വെച്ചോളൂ. ഇത് വൈ ആക്സിസ്, എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് ആണ്, ഇത് എക്സ് ആക്സിസ് വെച്ചോളൂ. അപ്പോൾ എഫ് ഓഫ് എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഇറ്റ്സ് എ പോളിനോമിയൽ ലൈക്ക് ദിസ്. അപ്പോൾ ദിസ് ഇസ് എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയർ. എങ്ങനെ ഈ ഗ്രാഫ് ഇങ്ങനെ വരുന്നത്? എക്സ് വൈ ഈക്വൽസ് എക്സ് സ്ക്വയർ ആയിട്ട് വരയ്ക്കാം. ഇതിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഗ്രാഫ്. വൃത്തിയിൽ വരയ്ക്കണം. ഇറ്റ് വിൽ ബി ഓൾവേസ് സിമെട്രിക്കൽ അബൌട്ട് വൈ ആക്സിസ്. സിമെട്രിക്കൽ ഇതേപോലെ ഇപ്പുറത്തേക്ക് ഉണ്ടാവും. എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയർ. എങ്ങനെ ഗ്രാഫ് വരയ്ക്കാം? ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കുക എങ്ങനെയാ? വൈ ഈക്വൽസ് എക്സ് സ്ക്വയർ, ഇത് വൈ ഈക്വൽസ് എക്സ് സ്ക്വയർ ആയിട്ട് വിചാരിക്കാം. ഇനി എക്സും വൈയും ഇവിടെ എഴുതാം. എന്നിട്ട് എക്സ് 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ 0 ആണ്, എക്സ് 1 ആകുമ്പോൾ വൈയുടെ വാല്യൂ 1 ആണ്, എക്സ് 2 ആകുമ്പോൾ വൈയുടെ വാല്യൂ 4 ആണ്, എക്സിന്റെ വാല്യൂ -1 ആണ്, വൈയുടെ വാല്യൂ 1 ആണ്, എക്സിന്റെ വാല്യൂ -2 ആണെങ്കിൽ വൈയുടെ വാല്യൂ 4 ആണ്. അപ്പോൾ 0 0 ഒരു പോയിന്റ് ആണ്, 1 1 ഒരു പോയിന്റ് ആണ്, 2 4 ഒരു പോയിന്റ് ആണ്, -1 1 ഒരു പോയിന്റ്. അങ്ങനെ പോയിന്റ് പ്ലോട്ട് ചെയ്യുക. ഇറ്റ്സ് എ ഗ്രാഫ്. ഇറ്റ്സ് എ പാരബോള ഫേസ്ഡ് അപ്വേർഡ്സ്. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയറിന്റെ പാരബോള, ഇറ്റ്സ് എ പാരബോള. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ പാരബോളയാണ്. ശരിക്കും പറഞ്ഞാൽ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷന്റെ ഗ്രാഫ് എപ്പോഴും പാരബോളയാണ്. എവറി ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ഗ്രാഫ് വിൽ ബി എ പാരബോള. ax² + bx + c, y = ax² + bx + c എപ്പോഴും പാരബോളയായിരിക്കും. അത് നമ്മൾ വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. y = x² + x പോളിനോമിയലാണ്, x² + x + 1 പോളിനോമിയലാണ്. ഗ്രാഫ് എന്തായിരിക്കും? പാരബോളയായിരിക്കും. എവറി ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, quadratic polynomial, second degree polynomial graph will be always a parabola. അതിൽ സിംപ്ലസ്റ്റ് പാരബോളയാണ് ഞാൻ വരച്ചത്, എഫ് ഓഫ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇതിൽ വാട്ട് ഇസ് ദ ഡൊമെയിൻ ഓഫ് ദിസ് ഫംഗ്ഷൻ? ഡൊമെയിൻ ഇസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. എന്നാൽ എക്സ് എന്ത് തന്നെയായാലും എഫ് ഓഫ് എക്സ് ഡിഫൈൻഡ് ആണ്. പഠിച്ചിട്ടുണ്ട്, ഡൊമെയിൻ ഇസ് എ സെറ്റ് ഓഫ് ഓൾ വാല്യൂസ് ഓഫ് എക്സ് ഫോർ വിച്ച് എഫ് ഓഫ് എക്സ് ഇസ് ഡിഫൈൻഡ്. അപ്പം ഡൊമെയിൻ ഇസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. വാട്ട് ഇസ് ദ റേഞ്ച്? റേഞ്ച് എന്താ നോക്കൂ. ഇവിടെ നിങ്ങളുടെ ഉള്ളൂ വൈയുടെ വാല്യൂ, ഇവിടെ നിങ്ങളുടെ ഉള്ളൂ എന്താ? വാട്ട് ദ പ്രൊജക്ഷൻ ഓഫ് ദ ഗ്രാഫ് ഓൺ വൈ ആക്സിസ്? ഇവിടെ നിങ്ങളുടെ താഴേക്കില്ല. നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് അല്ലെ, നെഗറ്റീവ് ആവാൻ പാടില്ല. എക്സ് ആക്സിസ് താഴേക്ക് പോകുന്നില്ലല്ലോ. അതുകൊണ്ട് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ഇൻക്ലൂഡിങ് 0. അപ്പൊ 0 ഇൻഫിനിറ്റി. ദാറ്റ് ഈസ് എ റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ. ഓക്കെ, ഇതിന് വേറൊരു വഴി കൂടി ഉണ്ട് റേഞ്ച് കാണാൻ. അതായത് y equals, but to find the range, what we do here is you write y equals x square. y equals x square എഴുതാം. എന്നിട്ട് എക്സിനെ വൈയുടെ ടേമിൽ എഴുതാം. x square equals y. You write x in terms of y plus or minus root y. എന്നിട്ട് you find the values of y. Find values of y for which x is defined. ഇതാണ് algorithm for finding the range. എന്താ റേഞ്ച്? ഇക്വേറ്റ് ദ ഫംഗ്ഷൻ ടു y. എന്താണോ ഫംഗ്ഷൻ അതിനെ വൈയിലേക്ക് ഇക്വേറ്റ് ചെയ്യും. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്, അപ്പോൾ ആ എക്സ് സ്ക്വയറിനെ വൈയിലേക്ക് ഇക്വേറ്റ് ചെയ്യും. ആൻഡ് യു റൈറ്റ് എക്സ് ഇൻ ടേംസ് ഓഫ് y. You write x in terms of y. Then you find the values of y for which x is a real number. X is defined means x is a real number. So x a real number ആണെങ്കിൽ y എന്താവണം? നോൺ നെഗറ്റീവ് ആണ്, പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. അതുകൊണ്ടാണ് y should be closed 0 infinity. ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് എലോബറേറ്റ് ചെയ്യാം. ഇപ്പം എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് വെച്ചു. എക്സ് സ്ക്വയർ പ്ലസ് 1. ഇതിന്റെ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുക? എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയർ പ്ലസ് 1.
What's the graph of this parabola? This parabola, one unit more like shift ചെയ്തിട്ടുണ്ടാവും. This is a parabola. ഇതൊന്നും ഓർത്താൽ നല്ല f of x equals x square plus 1. ഇനി f of x equals x square minus 1. f of x equals x square minus 1. ഈ minus 1 പറയും 10 ആവാം 100 ആവാം ഒക്കെ ആവട്ടെ, some constant. Subtract എന്താ സംഭവിക്കാറ്? This graph will get shifted down. If you add a constant to that function, the graph will get shifted up. If you subtract a constant to that function, the graph will get shifted down. Any f of x equals x ന് പകരം x plus 1 ആച്ചോളൂ. ഇവിടെ x square plus 1 അല്ലേ, ഇവിടെ x plus 1 square ആച്ചോളൂ. x plus 1 square ആണെങ്കിൽ graph will get shifted 1 unit left. ഇങ്ങനെയാവും. f of x equals x minus 1 square ആണെങ്കിലോ the graph will get shifted 1 unit right. ഇതൊന്ന് ഓർക്കാം. Shifting right, shifting left, shifting down, shifting up. അപ്പോൾ ഷിഫ്റ്റ് k ആഡ് ചെയ്താൽ k യൂണിറ്റ് അപ്പ്. f of x നോട് k ആഡ് ചെയ്താൽ k യൂണിറ്റ് അപ്പ്. f of x നോട് k സബ്ട്രാക്ട് ചെയ്താൽ k യൂണിറ്റ് ഡൗൺ. x ന് പകരം x plus 1 വെച്ചാൽ 1 യൂണിറ്റ് ലെഫ്റ്റ്. x ന് പകരം x minus 1 വെച്ചാൽ 1 യൂണിറ്റ് റൈറ്റ്. അപ്പോൾ ഇത് ജനറൽ ആയിട്ട് പറയാം. ഈ കൺസെപ്റ്റ് നമുക്ക് ജനറൽ ആയിട്ട് പറയാം. ഏത് ഫംഗ്ഷൻ ആണെങ്കിലും അത് വർക്ക് ചെയ്യും. ഏത് ഫംഗ്ഷൻ ആണെങ്കിലും. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ദിസ് ഇസ് y ആക്സിസ് x ആക്സിസ്. സപ്പോസ് യു ഹാവ് എ ഫംഗ്ഷൻ ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ചോളൂ. ഇത് y ഈക്വൽസ് f of x ആണ്. ഇതിന് ഞാൻ ഒരു k യൂണിറ്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. റൈറ്റിലേക്ക് k യൂണിറ്റ്. അപ്പോൾ പുതിയ ഫംഗ്ഷൻ ഇങ്ങനെയായി. ദ ന്യൂ ഫംഗ്ഷൻ ഇസ് ലൈക്ക് ദിസ്. ഈ ഗ്രാഫ് ഇങ്ങനെയായി. ഈ ഫംഗ്ഷൻ പേരെന്തായിരിക്കും? f ഈക്വൽസ് f of x minus k. But if you shift k unit right, x ന് പകരം x minus k വെക്കാം. k യൂണിറ്റ് ലെഫ്റ്റ് ആണെങ്കിലോ സപ്പോസ് യു ഷിഫ്റ്റ് k യൂണിറ്റ് ലെഫ്റ്റ്, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. k യൂണിറ്റ് ആണ്. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെയാണ്. ദ ഗ്രാഫ് ഇസ് ദിസ്. അപ്പോൾ ഈ ഗ്രാഫിന്റെ പേരെന്തായിരിക്കും? ദിസ് വിൽ ബി y ഈക്വൽസ് f of x plus k. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഒരു ഫംഗ്ഷനെ k യൂണിറ്റ് range equal to r, domain is equal to range. Okay, right? Okay. ഇനി ഇത് നോക്കൂ. ഇതിങ്ങനെ ഷിഫ്റ്റ് ചെയ്താൽ this is y axis x axis. This is y axis x axis. Suppose you have a graph like this. ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ട്. ഒരു ഗ്രാഫിന്റെ പേര് ഇതാണ്. This is y equals f of x. ഇത് ഞാൻ k യൂണിറ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. k യൂണിറ്റ് മുകളിലേക്ക്. അപ്പോൾ ഈ ഗ്രാഫിന്റെ പേരെന്താ? y equals f of x plus k. ഇത് k യൂണിറ്റ് ഡൗണിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. k യൂണിറ്റ്. അപ്പോൾ ഈ ഗ്രാഫ് എന്തായിരിക്കും? y equals f of x minus k. സിമ്പിൾ അല്ലേ മക്കളെ? അപ്പോൾ k യൂണിറ്റ് റൈറ്റ്, k യൂണിറ്റ് ഡൗൺ, k യൂണിറ്റ് അപ്പ്, k യൂണിറ്റ് ഡൗൺ, k യൂണിറ്റ് ലെഫ്റ്റ്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. k യൂണിറ്റ് അപ്പ്, k യൂണിറ്റ് ഡൗൺ, k യൂണിറ്റ് ലെഫ്റ്റ്, k യൂണിറ്റ് റൈറ്റ്. Is that clear? Okay. എന്താ അതിന്റെ ഗുണം? ഗുണം എന്താ വെച്ചാൽ ഇതിന്റെ ഡൊമെയിൻ എന്താ? വാട്ട്സ് ദ ഡൊമെയിൻ? ഇപ്പൊ ഇതിന്റെ ഗ്രാഫ് y equals x square. What's the domain of this function set of all real numbers? What's the range of this function? പെട്ടെന്ന് കിട്ടും. Range of the function is എന്താ range? ഇവിടെ നിങ്ങടല്ലോ. It is closed 1 infinity. അല്ലേ? Closed 1 infinity. From the graph itself we can say it is closed 1 infinity. How to understand this graph geometrically? Algebraically, you equate the function to y. Find x in terms of y. X equals plus or minus root of y minus 1. You find the values of y for which x is defined. X is defined ആവണമെങ്കിൽ എന്താണ്? X defined ആവണമെങ്കിൽ y minus 1 എന്താണ്? Greater than or equal to 0 ആണ്. എന്ന് വെച്ചാൽ എന്താ? y is bigger than or equal to 1. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? y should belong to 1 infinity. കണ്ടോ? ഇത് രണ്ടും ഒന്നായത്.
അങ്ങനെയും ചെയ്യാം. ആ ഗ്രീനിൽ പറഞ്ഞത് ആൾജിബ്രിക് വേ ആണ്, അത് ഗ്രാഫിക്കൽ വേ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണെങ്കിൽ വാട്ട് ദ റേഞ്ച്? ഇതിന്റെ റേഞ്ച് നമ്മളെ ഇതിന്റെ ഡൊമൈൻ എന്താ? ഡൊമൈൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. വാട്ട് ദ റേഞ്ച്? കേട്ടോ, -1 to infinity, ക്ലോസ്ഡ് -1 to infinity. അതും അതെ ഗ്രാഫിക്കലി നമുക്ക് ചെയ്യാം. എങ്ങനെ ആൾജിബ്രിക്കലി ചെയ്യാം? എങ്ങനെയാ? how to derive it algebraically? Equate that function to y. Find x in terms of y. X ന്റെ വാല്യൂ എന്താ? +or- (y+1). ഇനി x ഡിഫൈൻഡ് ആവണമെങ്കിൽ എന്താവണം? y+1 bigger than or equal to 0 ആണ്, or y is bigger than or equal to -1, or it is closed -1 infinity, right? അതാണ് ഇത് രണ്ടും. അങ്ങനെയും ചെയ്യാം. ഓക്കെ, now what is the domain of this? Domain of this എന്താ മക്കളെ? Domain is set of all real numbers. Range എന്താ? Range positive real numbers അല്ലേ? 0 infinity. Now what is domain of this set of all real numbers? What is the range? Range എന്താ? Closed 0 infinity. അപ്പം from the graph as well as using algebraic method you can find the domain and range of the function, right? Range set of all real numbers അല്ല, ഇതിന്റെ റേഞ്ച് ക്ലോസ് 0 infinity ആണ്. ഇവിടെ നിങ്ങളുടെ റേഞ്ച്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്വാഡ്രാറ്റിക്കിന്റെ ചില ഗ്രാഫ് ഒക്കെ പഠിക്കാം. ഇപ്പൊ സപ്പോസ് യു ഹാവ് എ ഫംഗ്ഷൻ ലൈക്ക് ദിസ്, f of x equals x² plus 2x plus 2. What is the domain? Domain is set of all real numbers. Now what is the range of this function? Range കാണാൻ എങ്ങനെ ചെയ്യാം? ഒന്ന് ആൾജിബ്രിക് വേയിൽ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? You can do it algebraic വേയിൽ ചെയ്യാം. You can do it in the algebraic way, അല്ലെങ്കിൽ you can draw the graph. അപ്പോൾ രണ്ട് മൂന്ന് മെത്തേഡിൽ ചെയ്യാം. അപ്പോൾ y equals x² plus 2x plus 2. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. x², ക്വാഡ്രാറ്റിക് ആണെങ്കിൽ ഏറ്റവും നല്ല പരിപാടി എന്താ വെച്ചാൽ x² plus 2x ഇതിന് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാം. x² plus 2x പെർഫെക്റ്റ് സ്ക്വയർ ആക്കുക എങ്ങനെയാ? എക്സിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്, അതിന്റെ പകുതി എടുക്കാം 1 സ്ക്വയർ ചെയ്യാം, 1 ആഡ് ചെയ്യുക, 1 സബ്ട്രാക്ട് ചെയ്യുക, പിന്നെ ആ 2 ഇറക്കിയിടുക. ഇതിന്റെ വാല്യൂ എന്താ മക്കളെ? ഇത് x+1 സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പൊ ഇതാണ് y-യുടെ വാല്യൂ. y ഈക്വൽസ് x+1 സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ y ഈക്വൽസ് x+1 സ്ക്വയർ പ്ലസ് 1 ആണെങ്കിൽ അതിന്റെ മിനിമം വാല്യൂ 1 ആണ് അല്ലേ? കാരണം x+1 സ്ക്വയർ പ്ലസ് 1ന്റെ മിനിമം വാല്യൂ 1 ആണ്, കാരണം ഇത് പോസിറ്റീവ് ആണ്. അപ്പോൾ x -1 ആകുമ്പോൾ ഇതിന്റെ മിനിമം വാല്യൂ 1 1നേക്കാൾ കൂടുതലോ ആയിരിക്കും. അപ്പോൾ വാട്ട് ഇസ് ദ റേഞ്ച്? റേഞ്ച് ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് 1 infinity. ഇതൊരു വേ ആണ്, മെത്തേഡ് വേ ആണ്. വേണമെങ്കിൽ x+1 ഹോൾ സ്ക്വയർ പ്ലസ് 5 1 ഗ്രാഫ് വരയ്ക്കാം. ഹൗ ടു ഡ്രോ ദ ഗ്രാഫ്? x+1 എന്ന് പറഞ്ഞാൽ ഇത് 1 ആണെങ്കിൽ ഇവിടെയാണ് -1ലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, ഇത് 1 യൂണിറ്റ് മുകളിലേക്ക് ആക്കാം. അപ്പോൾ ദിസ് ഇസ് എ ഗ്രാഫ്. ഇതാണ് y ഈക്വൽസ് x+1 ഹോൾ സ്ക്വയർ പ്ലസ് 1. അപ്പോൾ അതിന്റെ പോയിന്റ്, ഈ പോയിന്റ് 1 ആണ്. അപ്പോൾ 1 and more it will be 1 infinity. അങ്ങനെ ഒരു വഴിയുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? another method. There is another method. എന്താ മെത്തേഡ്? x² plus 2x plus 1 2നെ y-ലേക്ക് ഇക്വേറ്റ് ചെയ്യാം. എന്നിട്ട് എക്സിനെ വൈയുടെ ടേമിൽ എഴുതാം. ഇങ്ങനെ എക്സിനെ വൈയുടെ ടേമിൽ എഴുതാം. x² plus 2x plus 2 minus y is equal to 0 എഴുതാം. ദിസ് ഇസ് എ ക്വാഡ്രാറ്റിക് ഇൻ x അല്ലേ? എന്നിട്ട് എക്സിന്റെ വാല്യൂ എഴുതാം. എക്സിന്റെ വാല്യൂ -b പ്ലസ് ഓർ മൈനസ്. ഇതിൽ ഇതന്നെയാണ് നല്ലത് കേട്ടോ, പക്ഷെ ഞാൻ ഇതൊരു വഴിയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ദിസ് ഇസ് മെത്തേഡ് 1, ദിസ് ഇസ് മെത്തേഡ് 2, ദിസ് ഇസ് മെത്തേഡ് 3. ഒക്കെ മെത്തേഡാണ്. -2 plus or minus root of b square 4 minus 4 into a into c 2 minus y divided by 2. അപ്പോൾ ഇത് വൃത്തിയിൽ എഴുതിയാൽ x is equal to -2 plus or minus root of എന്താ കിട്ടുക? y -4 വരും അല്ലേ? y -4 ആണോ? അല്ല അല്ലേ? b square minus 4 into a into c. c is 2 minus y. ശരിയാണ്. 4y minus 4 4y minus divided by 2. അപ്പോൾ x എപ്പോഴാണ് ഡിഫൈൻഡ് ആവുക? x is defined, നമ്മൾ പഠിച്ചു, equate the function to y, write x in terms of y,
find the values of y for which x is defined ആണ്. അപ്പോൾ x എപ്പോഴാണ് ഡിഫൈൻഡ് ആവാം? ഇത് നെഗറ്റീവ് ആവാൻ 4y minus 4 greater than or equal to 0 ആവും. എന്ന് വെച്ചാൽ y minus 1 bigger than or equal to 0 ആവുമ്പം അല്ലെങ്കിൽ y bigger than or equal to 1 ആവുമ്പം, which means what? Closed 1 infinity. അങ്ങനല്ലേ ഇത് കണ്ടോ? 1 infinity, 1 infinity. This is also a method. അത് ഫുൾ പ്രൂഫ് ആണ്, ഗ്രാഫ് ഒന്നും വരയ്ക്കണ്ട. Equate the function to y, write x in terms of y, find the values of x, y for which x is a defined number. Okay, that is how you find the domain and range of any quadratic for that matter. But what is the range here? It is 1 infinity. Okay, അപ്പോൾ ഇത് ഈ മെത്തേഡ്സ് ശ്രദ്ധിക്കണം കേട്ടോ. ക്വാഡ്രാറ്റിക്കിന്റെ റേഞ്ച് കാണാനുള്ള പരിപാടി നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം അതാണ് ഈ ചോദ്യങ്ങളിലെല്ലാം ഉള്ള കാര്യം. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, നമ്മളിപ്പോൾ ക്വാഡ്രാറ്റിക്കിന്റെ കാര്യം മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ്റെ എല്ലാ ക്വാഡ്രാറ്റിക് ഫംഗ്ഷനാണ് ഹൗ യു ക്യാൻ ഡ്രോ ദ ഗ്രാഫ്. ഏത് ക്വാഡ്രാറ്റിക്കിനും ഗ്രാഫ് വരയ്ക്കാനും നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് പഠിച്ചത്? ഏത് ക്വാഡ്രാറ്റിക് ആണെങ്കിലും നമുക്ക് ഗ്രാഫ് വരയ്ക്കാം, ഏകദേശം ഗ്രാഫ് വരയ്ക്കാം. പാരബോള ഫേസ്ഡ് പാരബോള ആയിരിക്കും, ഒന്നുകിൽ ഫേസ് അപ്വേർഡ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഫേസ് ഡൗൺവേർഡ്സ് ആയിരിക്കും. ഓക്കെ, റൈറ്റ്, ദാറ്റ്സ് ഓൾ. ഇനി നമുക്ക് അടുത്ത പോളിനോമിയൽ ഫംഗ്ഷൻ ആണ് f of x equals x cube. അതൊരു സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ. f of x equals x cube. എക്സ് ക്യൂബിന്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം മക്കളെ? വെറുതെ വൈയും എക്സും ഇങ്ങനെ വരയ്ക്കുക. ദിസ് ഇസ് എക്സ്, ദിസ് ഇസ് വൈ. ഇത് y ഈക്വൽസ് എക്സ് ക്യൂബ് ആണെന്ന് വിചാരിക്കാം. y ഈക്വൽസ് എക്സ് ക്യൂബ്. അപ്പൊ എക്സ് 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ 0 ആണ്. എക്സ് 1 ആണെങ്കിൽ വൈയുടെ വാല്യൂ 1 ആണ്. എക്സ് -1 ആണെങ്കിൽ വൈയുടെ വാല്യൂ -1 ആണ്. എക്സ് 2 ആണെങ്കിൽ വൈയുടെ വാല്യൂ 8 ആണ്. എക്സ് -2 ആണെങ്കിൽ വൈയുടെ വാല്യൂ -8 ആണ്. ആൻഡ് സോ ഓൺ. മതി. ഇനി y ആക്സിസ് x ആക്സിസ് വയ്ക്കാം. ദിസ് ഇസ് y ആക്സിസ്, ദിസ് ഇസ് x ആക്സിസ്. ഇനി പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്യാം. എക്സ് 0 ആകുമ്പോൾ 0, 1 ആണെങ്കിൽ 2 ആണ്, 1 ആണെങ്കിൽ 1 ആണ്, 2 ആണെങ്കിൽ 8 ആണ്. ഇത് എവിടെയാണ്? 2 ആണെങ്കിൽ 8 ആണ്. അപ്പൊ ഏകദേശം ഗ്രാഫ് സ്റ്റീപ്പായിട്ടാണ്. This is f of x equals x cube. അപ്പോൾ f of x equals x cube ന്റെ ഗ്രാഫ് സ്റ്റാൻഡേർഡ് ആണ്, കാണാതെ പഠിക്കണം. You must know this. f of x equals x cube. But what is the domain of f of x equals x cube? Domain of f of x cube in the set of all real numbers. അല്ലേ? Projection of the graph on x axis. കുറച്ച് ഇതിങ്ങനെ താഴെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, കുറച്ച് ഇങ്ങോട്ടേക്ക് പോകും. അപ്പം the whole real numbers are. Now what is the range? Range is also set of all real numbers. But domain is set of all real numbers. Range is also set of all real numbers. f of x cube. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ ഇംപ്രൂവൈസേഷൻ നോക്കാം. f of x x cube plus 1 പറയുമ്പോൾ എന്തായിരിക്കും? ഈ യൂണിറ്റ് ഇത് ഒന്നും കൂടി മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. f of x cube -1 ഇങ്ങനെയാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇതിൽ ഒരു കാര്യം ഓർക്കാം. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു ഫംഗ്ഷനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക എങ്ങനെയാണ്? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, എക്സിന് പകരം x - k വെച്ചിട്ട്. k യൂണിറ്റ് ഇങ്ങോട്ടാണെങ്കിൽ എക്സിന് പകരം x + k വെക്കുക. ഇങ്ങോട്ടാണെങ്കിലോ f of x + k വെക്കുക. ഇങ്ങോട്ടാണെങ്കിലോ f of x - k വെക്കുക. 4 ഷിഫ്റ്റിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ടു ഷിഫ്റ്റ് റൈറ്റ്, ടു ഷിഫ്റ്റ് ലെഫ്റ്റ്, ടു ഷിഫ്റ്റ് അപ്പ്, ടു ഷിഫ്റ്റ് ഡൗൺ. ഇനി സപ്പോസ് ദിസ് ഇസ് എക്സ് ആക്സിസ്. ഇത് എക്സ് ആക്സിസ് ആണെന്ന് ചോദിച്ചു. വൈ ആക്സിസ് ഞാൻ വരയ്ക്കുന്നില്ല. ആൻഡ് സപ്പോസ് ദ ഗ്രാഫ് ഇസ് ലൈക്ക് ദിസ്. ഇത് y ഈക്വൽസ് f of x ആണെന്ന് വിചാരിച്ചോളൂ. Now what is f of, it is minus f of x. Minus f of x എന്തായിരിക്കും ഉണ്ടാവാറ്? ഇത് നേരെ അപ്സൈഡ് ഡൗൺ ആയിട്ട്, അതായത് താഴത്തെ ഭാഗം മുകളിലേക്കും മുകളിലത്തെ ഭാഗം താഴെയാണ്. ദിസ് ഇസ് y ഈക്വൽസ് minus f of x. അപ്പോൾ if you multiply f of x by -1, what happens? The graph will get rotated 180 degree. About x-axis, rotated about x-axis. അപ്പോൾ ഈ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പറയാം. ഇപ്പം നിങ്ങൾ പറഞ്ഞു y is equal to x. നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞു f of x equals x. എന്തായിരുന്നു? ഐഡന്റിറ്റി ഫംഗ്ഷൻ ഇങ്ങനെ എഴുതും. അപ്പോൾ f of x equals -x എന്തായിരിക്കും? ഈ സാധനം മുകളിലുള്ള ഭാഗം താഴേക്ക്, താഴെയുള്ള ഭാഗം മുകളിലേക്ക്. ഇതാണ് f of x -x, റൈറ്റ്? ഇനി അടുത്തത് f of x equals x square.
ഇങ്ങനെയാ ഗ്രാഫ്, ഇങ്ങനെയാ ഗ്രാഫ്. എഫ് ഓഫ് എക്സ് ഈക്വൽസ് മൈനസ് എക്സ് സ്ക്വയർ. എന്തായിരിക്കും ഗ്രാഫ് ഉണ്ടാവുക? നേരെ താഴേക്ക്. This is the graph. Is that clear? F of x equals minus x square, graph will be upside down. It will get rotated down. മനസ്സിലായോ? അപ്പം എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ് ക്യൂബ്. എക്സ് ക്യൂബ് ആണെങ്കിൽ എക്സ് ക്യൂബ് ഇങ്ങനെയാ ഗ്രാഫ്. അപ്പോൾ വാട്ട് വിൽ ബി എഫ് ഓഫ് എക്സ് ഈക്വൽസ് മൈനസ് എക്സ് ക്യൂബ്. മൈനസ് എക്സ് ക്യൂബ് എന്തായിരിക്കും മക്കളെ? മേലുള്ള ഭാഗം താഴേക്കും താഴെയുള്ള ഭാഗം മേലേക്കും ആവും. The graph will be more or less like this. This is a graph, right? അപ്പോൾ ഈ ഗ്രാഫ്സ് ഒക്കെ ഓർക്കാം. അപ്പോൾ മൾട്ടിപ്ലൈയിങ് ബൈ നെഗറ്റീവ് rotates the graph about 180 degree about x-axis. Is that clear? Okay. അപ്പോൾ എന്താ സംഭവിക്കുക? ഇതിന് ഡൊമെയിനിന് മാറ്റം വരില്ല. പക്ഷെ ഇതിന് ഡൊമെയിനിന് മാറ്റം വരില്ല. ഡൊമെയിനിന് മാറ്റം വരില്ല, റേഞ്ചിന് മാറ്റം വരും അല്ലേ? റേഞ്ചിന് മാറ്റം വരില്ലേ? വാട്ട് ഇസ് ദ റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ? ഇതിന് റേഞ്ച് മാറും. വാട്ട് ഇസ് ദ റേഞ്ച്? റേഞ്ച് വിൽ ബി താഴേക്കാണ്. ഇറ്റ് വിൽ ബി മൈനസ് ഇൻഫിനിറ്റി ടു 0 വരും. 0 ക്ലോസ്ഡ്. ഇതിന് രണ്ടിന് ഡൊമെയിൻ റേഞ്ച് മാറില്ല. അപ്പം തീരെ വാട്ടർ ഇമേജ് എടുത്താൽ പോരെ? മതി. വാട്ടർ ഇമേജ്, റിഫ്ലക്ഷൻ അതെ, റിഫ്ലക്ഷൻ ഓഫ് ദ കർവ് ഓൺ എക്സ് ആക്സിസ്. റിഫ്ലക്ഷൻ ഇമേജ് ഓഫ് ദ എക്സ് ആക്സിസ് ലൈൻ മിറർ ആണെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ, റൈറ്റ്? മതി. ഇറ്റ് ഇസ് എ റിഫ്ലക്റ്റഡ് ഇമേജ് ഓഫ് ഓൺ ദ ലൈൻ മിറർ y = x, റൈറ്റ്? വാട്ടർ ഇമേജ് എടുത്താൽ മതി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ റേഞ്ച് മാറും. ഡൊമെയിൻ മാറില്ല, പക്ഷെ റേഞ്ച് മാറും. ഓക്കെ, അത് ഓർക്കാം. അപ്പോൾ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഫങ്ഷൻ. അപ്പോൾ ഈ ഫങ്ഷൻസ് ഒക്കെ അങ്ങനെ ആലോചിക്കാം. അപ്പോൾ ഈ ഫങ്ഷൻ പലപ്പോഴും നമുക്ക് ഇങ്ങനെ പറയാം. ഇപ്പം ക്വസ്റ്റ്യൻ ഇങ്ങനെ വെച്ചോളൂ. എഫ് ഓഫ് എക്സ് ഈക്വൽസ് മൈനസ് എക്സ് ക്യൂബ് പ്ലസ് 10. മൈനസ് എക്സ് ക്യൂബ് പ്ലസ് 10. ഇതിന്റെ ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കുക നിങ്ങൾ. മൈനസ് എക്സ് ക്യൂബ്, ഇതാണ് മൈനസ് എക്സ് ക്യൂബ്, ഇതാണ് എക്സ് ക്യൂബ്. മൈനസ് എക്സ് ക്യൂബ് ഇങ്ങനെയാണ്. ദിസ് ഇസ് മൈനസ് എക്സ് ക്യൂബ്. മൈനസ് എക്സ് ക്യൂബ് പ്ലസ് 10 ലേക്കും 10 യൂണിറ്റ് റൈറ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ദിസ് ഇസ് y ആക്സിസ്, x ആക്സിസ്. This is minus 10. Graph will be like this. This is f of y equals minus x cube. This will be minus x cube minus 10 plus 10. But 10 യൂണിറ്റ് മുകളിലേക്കാണ് ഇങ്ങനെ, 10 യൂണിറ്റ് താഴേക്കാണെങ്കിൽ ഇങ്ങനെ വരും. -10 ആണെങ്കിൽ താഴേക്ക്. ഓക്കെ, അപ്പോൾ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഇങ്ങനെ പറയാം. നോക്കൂ, എഫ് ഓഫ് എക്സ് ഈക്വൽസ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1. ഇതിന്റെ ഗ്രാഫ് എങ്ങനെയാ വരയ്ക്കുക നിങ്ങൾ? എഫ് ഓഫ് എക്സിൽ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കുക. മൈനസ് എക്സ് സ്ക്വയർ പറഞ്ഞാൽ ഇങ്ങനെയാണ്, പ്ലസ് 1 പറഞ്ഞാൽ ഇങ്ങനെയാണ് ഗ്രാഫ്. ദിസ് ഇസ് എഫ് ഓഫ് എക്സ് ഈക്വൽസ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1 അല്ലേ? അപ്പോൾ ഇതിന്റെ ഡൊമെയിൻ എന്താണ്? വാട്ട് ഇസ് ദ ഡൊമെയിൻ? ഡൊമെയിൻ എ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. വാട്ട് ഇസ് ദ റേഞ്ച്? മക്കളെ, വാട്ട് ഇസ് ദ റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ? ഒന്ന് പറയൂ ഇതിന്റെ റേഞ്ച്. എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് ക്യൂബ് പ്ലസ് 1 കണ്ടോ? ഇത് 1 ആണ്. അപ്പോൾ 1ന്റെ താഴേക്കേ റേഞ്ച് ഉള്ളൂ അല്ലേ? വാട്ട് ഇസ് ദ റേഞ്ച്? റേഞ്ച് വിൽ ബി മൈനസ് ഇൻഫിനിറ്റി ടു 1. മൈനസ് ഇൻഫിനിറ്റി ടു 1, 0 അല്ല, മൈനസ് ഇൻഫിനിറ്റി ടു 1, റൈറ്റ്? മൈനസ് ഇൻഫിനിറ്റി ടു 1. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണ്. ഇത് ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയ ഉണ്ട്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽസ് റൂട്ട് ഓഫ് 16 മൈനസ് എക്സ് സ്ക്വയർ. റൂട്ട് ഓഫ് 16 മൈനസ് എക്സ് സ്ക്വയർ. രണ്ട് ചോദ്യം. വാട്ട് ഇസ് ദ ഡൊമെയിൻ? വാട്ട് ഇസ് ദ റേഞ്ച്? രണ്ട് ക്വസ്റ്റ്യൻസ്. ഇതൊന്ന് വേഗം ചെയ്യൂ. എഫ് ഓഫ് എക്സ് ഈക്വൽസ് റൂട്ട് ഓഫ്, വെരി ഗുഡ്, വർക്കിംഗ്, മൈനസ് ഇൻഫിനിറ്റി 1. ഈ ഫംഗ്ഷന്റെ ഡൊമെയിനും റേഞ്ചും ഒന്ന് കാണൂ. എഫ് ഓഫ് എക്സ് ഈക്വൽസ് റൂട്ട് ഓഫ് 16 മൈനസ് എക്സ് സ്ക്വയർ. ഡൊമെയിൻ ഇത് നമ്മൾ കണ്ടതാണ് വേവ് ഉപയോഗിച്ചിട്ട് അല്ലേ? എങ്ങനെയാ ചെയ്യാം നമ്മൾ? 16 മൈനസ് എക്സ് സ്ക്വയർ. ആദ്യം ഡൊമെയിൻ നോക്കാം. എങ്ങനെ ഡൊമെയിൻ കാണാം? ഡൊമെയിൻ എങ്ങനെ കാണാം? റൂട്ട് ഓഫ് ഡൊമെയിൻ ഇസ് സെറ്റ് ഓഫ് ഓൾ വാല്യൂസ് ഓഫ് എക്സ് ഫോർ വിച്ച് എഫ് ഓഫ് എക്സ് ഇസ് ഡിഫൈൻഡ് അല്ലേ? എഫ് ഓഫ് എക്സ് ഡിഫൈൻഡ് ആവണം. എന്താ വർക്ക് തെറ്റിപ്പോയത്? തെറ്റിയിട്ടില്ലല്ലോ, ശരിയല്ലേ? എന്തിനാ ഡിലീറ്റ് ചെയ്തത്?
മൈനസ് ഇൻഫിനിറ്റി 1 1 ക്ലോസ്ഡ്. എന്തിനാ ഡിലീറ്റ് ചെയ്തത്? അത് ശരിയായിരുന്നല്ലോ വർക്ക് എഴുതിയത്. മൈനസ് ഇൻഫിനിറ്റി -1 ക്ലോസ്ഡ്, അത് ശരിയാണ്, റേഞ്ച് അത് തന്നെയാണ്. ഓക്കെ, ഇനി ഇത് -1 ആണ് പറഞ്ഞത്, എനിക്ക് ഓർമ്മയില്ല. ഡൊമൈൻ, വാട്ട് ഇസ് ദ ഡൊമൈൻ ഓഫ് ദിസ് ഫംഗ്ഷൻ? 16 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ 16 മൈനസ് എക്സ് സ്ക്വയർ ഡൊമൈൻ്റെ പ്രിൻസിപ്പിൾ എന്താ? സെറ്റ് ഓഫ് ഓൾ വാല്യൂസ് ഓഫ് എക്സ് ഫോർ വിച്ച് എഫ് ഓഫ് എക്സ് ഇസ് ഡിഫൈൻഡ് അല്ലേ? അപ്പോൾ 16 മൈനസ് എക്സ് സ്ക്വയർ എന്താവണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണം. എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ മൈനസ് 16 എന്താവണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. എന്ന് വെച്ചാൽ എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. എന്ന് വെച്ചാൽ -4ന്റെയും 4ന്റെയും ഇടയിൽ കിടക്കണം. ഓർമ്മയുണ്ടോ? വേവ് വരച്ച ഓർമ്മയുണ്ടോ? അപ്പം അതെ, വെരി ഗുഡ്. ഡൊമൈൻ ഇസ് ക്ലോസ് ഇന്റർവെൽ -4 4. വെരി ഗുഡ്. ക്ലോസ് ഇന്റർവെൽ -4 4, അതാണ് ഡൊമൈൻ. ഇനി നമുക്ക് റേഞ്ച് കാണാം. ഹൗ ടു ഫൈൻഡ് ദ റേഞ്ച്? റേഞ്ച് കാണാനുള്ള വഴി ശ്രദ്ധിക്കണേ. റേഞ്ച് കാണാനുള്ള വഴി ശ്രദ്ധിക്കണം. നമ്മൾ റേഞ്ച് പല രീതിയിലും കാണാം. വിൽ ഡിസ്കസ് ഇൻ മെനി വേസ്. നമുക്കിപ്പോൾ തൽക്കാലം റേഞ്ച് മര്യാദയ്ക്ക് കാണാം. ആ പ്രൊസീജിയർ വെച്ച് ആൾജിബ്രിക് വേ ചെയ്യാം. ഇക്വേറ്റ് ദ ഫംഗ്ഷൻ ടു വൈ. എന്തായിരുന്നു റേഞ്ചിന്റെ പ്രൊസീജിയർ? എന്താണോ ഫംഗ്ഷൻ അതിനെ വൈയിലേക്ക് ഇക്വേറ്റ് ചെയ്യാം. എന്നിട്ട് എക്സിനെ വൈയുടെ ടേമിൽ എഴുതാം. പിന്നെയോ സെറ്റ് ഓഫ് ഓൾ വാല്യൂസ് ഓഫ് വൈ ഫോർ വിച്ച് എക്സ് ഇസ് ഡിഫൈൻഡ്. അപ്പം ഈ ഫംഗ്ഷനെ വൈയിലേക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ √16 മൈനസ് എക്സ് സ്ക്വയറിനെ വൈയിലേക്ക് ഇക്വേറ്റ് ചെയ്യാം. എന്നിട്ട് എക്സിനെ വൈയുടെ ടേമിൽ എഴുതാം. അപ്പോൾ 16 മൈനസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ആവും. അപ്പൊ എക്സ് സ്ക്വയർ എന്തായിരിക്കും? എക്സ് സ്ക്വയർ വിൽ ബി 16 മൈനസ് വൈ സ്ക്വയർ, ഓർ എക്സ് വിൽ ബി പ്ലസ് ഓർ മൈനസ് √16 മൈനസ് വൈ സ്ക്വയർ. അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? നോക്കൂ, വൈയുടെ വാല്യൂ നോക്കൂ, y ഈക്വൽസ് √16 മൈനസ് ആണ്. അപ്പം ഇവിടെ നമ്മൾ സെറ്റ് ഓഫ് ഓൾ വാല്യൂസ്, ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞാല് എക്സ് എപ്പോഴാണ് ഡിഫൈൻഡ് ആവുക? എക്സ് ഇസ് ഡിഫൈൻഡ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ, അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നോക്കൂ, ഇക്വേറ്റ് ദ ഫംഗ്ഷൻ ടു y, റൈറ്റ് x in terms of y, find the values of y for which x is defined. അല്ലേ? വെരി ഗുഡ്. ഡൊമൈൻ ഇസ് -4 4. ശരിയാണ് അഞ്ജലി, അഭിനവ്, ശരിയാണ്. ഇനി റേഞ്ച് എങ്ങനെ കാണും? ഇക്വേറ്റ് ദ ഫംഗ്ഷൻ ടു y, റൈറ്റ് x in terms of y, find the values of y for which x is defined. Find the values of y പറഞ്ഞാൽ x ഡിഫൈൻഡ് ആവണമെങ്കിൽ എന്താവണം? 16 മൈനസ് വൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. എന്ന് വെച്ചാൽ y മൈനസ് 16 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. എന്ന് വെച്ചാൽ y പ്ലസ് 4 ഇൻറ്റു y മൈനസ് 4 ഇൻറ്റു y പ്ലസ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. വേവ് ഉപയോഗിക്കുകയാണെങ്കിൽ -4ന്റെയും 4ന്റെയും ഇടയിലാണ് y കിടക്കുക. അപ്പൊ നിങ്ങൾ -4 4 എഴുതാൻ നിങ്ങൾക്ക് തോന്നും, y ലൈ ബിറ്റ്വീൻ -4 and 4 എഴുതാൻ തോന്നും. പക്ഷേ ഒരു കാര്യമുണ്ട്. അതെ അഭിനവ്, വെരി ഗുഡ്. കാരണം എന്താ? y is square root of 16 minus x square ആണ്. കണ്ടോ? y cannot be negative. അപ്പോൾ y നെഗറ്റീവ് ആവാൻ പറ്റില്ല. അപ്പൊ ആക്ച്വലി y എവിടുന്ന് എടുക്കുള്ളൂ? ഇവിടുന്ന് തൊട്ട് ഇതുവരെ പോകുള്ളൂ. മനസ്സിലായോ? അപ്പൊ സിൻസ് y is always greater than or equal to 0, ഇവിടുന്ന് ഒരു കാര്യമുണ്ട്. ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലായില്ലേ? y എപ്പോഴും greater than equal to 0 ആണ്. അപ്പോൾ സിൻസ് y is greater than equal to 0, the ranges ഇതെല്ലാവർക്കും തെറ്റുന്നതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. 0 4 ക്ലോസ് 0 4 ആണ്. ക്ലോസ് 0 4 ആണ്. ഇത് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സർക്കിൾസ് ഉള്ള ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. വേറെ വിധത്തിൽ ഗ്രാഫിക്കലിയും കൂടി ചെയ്യാം. അത് ഞാൻ ഇവിടെ പറയുന്നുണ്ട്, പക്ഷെ അതിപ്പം ചിലപ്പോൾ അത് മനസ്സിലാവില്ല. എന്നാലും നമ്മളത് നോട്ട് ചെയ്തോളൂ. അതായത് √16 മൈനസ് എക്സ് സ്ക്വയർ മെത്തേഡ്, ഇത് മെത്തേഡ് 1 ആണ്, ഇത് മെത്തേഡ് 2 ആണ്. ഗ്രാഫിക്കൽ വേ 16 മൈനസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ആണ്. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 16 ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 16 എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് വൈ ആക്സിസ് എക്സ് ആക്സിസ്. ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവുക. ദിസ് ഇസ് എ ഗ്രാഫ്. പക്ഷേ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ? വൈ നെഗറ്റീവ് അല്ല. അപ്പൊ ഈ ഭാഗം ഉണ്ടാവില്ല, മുകളിലത്തെ ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. മുകളിലത്തെ ഭാഗം
മുകളിലത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് 0 ആണ്, ഇത് 4 ആണ്. 4 ആണ് റേഡിയസ്. അപ്പോൾ ദിസ് ഇസ് ദ റേഞ്ച്. പ്രൊജക്ഷൻ ഓഫ് ദ ഗ്രാഫ് ഓൺ എക്സ് ആക്സിസ്, പ്രൊജക്ഷൻ ഓഫ് ദ ഗ്രാഫ് ഓൺ വൈ ആക്സിസ്. ഡൊമെയിൻ ഇതാണ്. ഡൊമെയിൻ ഇത് -4 ആണ്, +4 ആണ്. ഡൊമെയിൻ -4 ആണ്. റേഞ്ച് 0, 4 ആണ്. അപ്പോൾ അതുകൊണ്ട് ആ ഗ്രാഫും കൂടി മനസ്സിലാക്കിയാൽ നല്ലതാണ്. പക്ഷെ അത് നിങ്ങൾ സർക്കിൾസ് ഉള്ള ചാപ്റ്റർ പഠിക്കുമ്പോൾ ഒന്നുകൂടി നമുക്ക് കമൻ ക്രോസ് ചെയ്യാം. അപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. 0, 4. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഡൊമെയിൻ റേഞ്ചിൽ ആ ഭാഗത്ത് നിന്ന് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, നൗ വിൽ ഗോ ടു, അപ്പോൾ പോളിനോമിയൽസിൽ അതൊക്കെ വർക്ക് ചെയ്യും, x³ എക്സെട്ര. ഇനി നമ്മൾ റാഷണൽ ഫംഗ്ഷൻ. എന്താ റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, വാട്ട് ഇസ് എ റാഷണൽ നമ്പർ? Any number of the form p by q, where p and q are integers, q not equal to 0. Rational function is any function of the form f of x by g of x, x by sin x, tan x by x square, x square plus x plus 1 by x square minus x plus 1. മുകളിലൊരു പോളിനോമിയൽ, താഴെ ഒരു പോളിനോമിയൽ, മുകളിലൊരു ഫംഗ്ഷൻ, താഴെ ഒരു ഫംഗ്ഷൻ. പക്ഷെ താഴത്തെ ഫംഗ്ഷൻ 0 ആവാൻ പാടില്ല. അങ്ങനത്തെ സാധനത്തിന് പറയുന്ന പേരാണ് റാഷണൽ ഫംഗ്ഷൻ. റാഷണൽ ഫംഗ്ഷൻ f of x by g of x, where g of x is not equal to 0. ഓക്കെ, അപ്പോൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. അപ്പോൾ അതിലാണ് നമ്മൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്, റെസിപ്രോക്കൽ ഫംഗ്ഷൻ. വി കോൾ ദിസ് ആസ് റെസിപ്രോക്കൽ ഫംഗ്ഷൻ. f of x equals 1 by x. റെസിപ്രോക്കൽ ഫംഗ്ഷൻ ഇതൊരു റാഷണൽ ഫംഗ്ഷൻ ആണ്. കാരണം എന്താ, ന്യൂമറേറ്ററിലെ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ് 1, ഡിനോമിനേറ്ററിലെ x ആണ്. f of x equals 1 by x. അപ്പോൾ ഇത് set of all, what is the domain of this function? Set of all real numbers excluding 0. Excluding 0. ഇനി range എങ്ങനെ കാണാം? What is the range? 1 by x നെ y ലേക്ക് ഇക്വേറ്റ് ചെയ്യാം, x നെ y യുടെ ടേമിൽ എഴുതാം. ഇനി find the values of y for which x is defined. അപ്പോൾ x defined ആവണമെങ്കിൽ x is defined only when for all y, for every y which is not equal to 0. What is the range? Range is set of all y's which are not 0. It is set of all real numbers excluding 0. Our range is also set of all real numbers excluding 0. ഇതിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. This is y axis, x axis. ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, x 1 ആകുമ്പോൾ നമുക്ക് ഡ്രോ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നല്ലത്. This is the graph. നമുക്ക് ഇങ്ങനെ ഡ്രോ ചെയ്യാം. This is x, ഇത് y ആണ്. 0 എടുക്കാൻ പാടില്ല. അപ്പോൾ x1 ആണെങ്കിൽ y 1 ആണ്, x2 ആണെങ്കിൽ y 1/2 ആണ്, x3 ആണെങ്കിൽ y 1/3 ആണ്, അല്ലേ? x-2 ആണെങ്കിൽ x -1/2 ആണ്, x-3 ആണെങ്കിൽ x -1/3 ആണ്. കുറച്ച് പോയിന്റ്സ് മാത്രം മാർക്ക് ചെയ്താൽ മതി. അപ്പം x1 ആണെങ്കിൽ 1 ആണ്, ഇങ്ങനെയാണ്. ദിസ് ഇസ് 1. x2 ആണെങ്കിൽ 1/2 ആണ്, അപ്പം ഇങ്ങനെയാണ്. ഇത് താഴേക്ക് ഇങ്ങനെ പോകും. 1 ആണെങ്കിൽ 1 ആണ്. പിന്നെ x 1/2 ആണെങ്കിൽ 2 ആണ്. ഇത് തൊടില്ല, y ആക്സിസിന് തൊടില്ല. അപ്പൊ അതേപോലെ സിമെട്രിക് ആയിട്ട് ഇപ്പുറത്തേക്ക് ഉണ്ടാവും. ദിസ് ഇസ് ദ ഗ്രാഫ്, സിമെട്രിക് ആയിട്ട്. അപ്പോൾ ദിസ് ഇസ് ദ ഗ്രാഫ്. ഇത് റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്, ദാറ്റ് വിൽ ഡിസ്കസ് ലേറ്റർ. പിന്നെ ഇതൊരു ബോയ്സ് ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബോയ്സ് ലോ, ചാൾസ് ലോ എന്തോ അല്ലേ, PV = കോൺസ്റ്റന്റ്. അതിന്റെ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും, താഴേക്ക് ഉണ്ടാവില്ല, ഇത് മാത്രമേ ഉണ്ടാവും. ഹൈപ്പർബോളയാണ്. ഇതിന് ഹൈപ്പർബോള എന്ന് പറയാം. ആക്ച്വലി റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. ദാറ്റ് വിൽ ഡിസ്കസ് ഇൻ ദ കോണിക്സ് ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ദ ഗ്രാഫ് ഓഫ് f of x equals x. കേട്ടോ, f of x equals 1 by x. അപ്പോൾ നമുക്ക് റെസിപ്രോക്കൽ ഫംഗ്ഷൻ എന്ന് അതിന് പറയാം. റെസിപ്രോക്കൽ ഫംഗ്ഷൻ എന്താണോ ഇൻപുട്ട് അതിന് നേരെ റെസിപ്രോക്കേറ്റ് ചെയ്യാം. 2/3 ആണെങ്കിൽ f of 2/3 എന്തായിരിക്കും? 3/2 ആയിരിക്കും. f of 22/7 എന്തായിരിക്കും? 7/22 ആയിരിക്കും. അപ്പം എന്താണോ കിട്ടുന്നത് അതിന് നേരെ മറിച്ചിടുക. അപ്പൊ ഇവിടെ ഇതൊരു എന്താ പറയാ, 0 ആവില്ല. ഇറ്റ്സ് ഓൾവേസ് സിമെട്രിക് അബൌട്ട് ദ ഒറിജിൻസ്. ഒറിജിനോട് സിമെട്രിക് ആണ്, വൈദ്യുൽ എക്സിനോട് സിമെട്രിക് ആണ്. അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്, കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് ഈ ഗ്രാഫിന്. f of x is 1 by x. Okay, അപ്പോൾ what is the domain of this graph? Domain is set of all real numbers excluding 0. Range is also set of all real numbers equal to 0. We call this as reciprocal function. Reciprocal function the graph hyperbolaean. We call this as hyperbola. Hyperbola ഒക്കെ നിങ്ങൾ പഠിക്കും. Actually it is a rectangular hyperbola. അത് നിങ്ങൾ പഠിക്കും, ഹൈപ്പർബോളയിൽ പഠിക്കും. അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്താൽ മതി, ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ,
സ്റ്റാൻഡേർഡ് ഗ്രാഫാണ്. അപ്പോൾ അതുകൊണ്ട് യു ജസ്റ്റ് നോട്ട് ദാറ്റ് ഡൗൺ. ഓക്കെ, ദാറ്റ്സ് ആൾ. അപ്പോൾ അതിൻ്റെ പ്ലോട്ട് ചെയ്ത വഴിയൊക്കെയാണിത്. അപ്പോൾ അത് നമ്മളിപ്പോൾ അത്രയ്ക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, കുഴപ്പമില്ല. ഓക്കെ, ദാറ്റ് ഇസ് എ ഗ്രാഫ്. ഇങ്ങനെ പഠിക്കാൻ പറ്റും. ദിസ് ഇസ് ദ ഗ്രാഫ് കേട്ടോ. റെക്ടാംഗുലർ ഹൈപ്പർബോളയാണ്. ഇങ്ങനെ പോകും. 1 ആകുമ്പോൾ മാത്രം 1. ഓക്കെ, ഫോർസിൽ 1/x. അടുത്ത ഗ്രാഫാണ് മോഡുലസ് ഫംഗ്ഷൻ. മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു വി ഷേപ്പ് ഗ്രാഫാണ്. അതിന് കാരണം ഇതാണ്. എന്നതിൻ്റെ കാരണം പറയാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് എക്സ് ആക്സിസ് ആച്ചോളാം. നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചില്ലേ? എഫ് ഓഫ് എക്സ് മൈനസ് കെ എന്ന് പറഞ്ഞാൽ കെ യൂണിറ്റ് റൈറ്റ് ഷിഫ്റ്റ്, എഫ് ഓഫ് എക്സ് പ്ലസ് കെ യൂണിറ്റ് ലെഫ്റ്റ്, എഫ് ഓഫ് എക്സ് പ്ലസ് കെ യൂണിറ്റ് അപ്പ്, എഫ് ഓഫ് എക്സ് മൈനസ് കെ യൂണിറ്റ് ഡൗൺ, മൈനസ് എഫ് ഓഫ് എക്സ് നേരെ തിരിയും. മുകളിലെ ഭാഗം വിൽ ബി ദ മിറർ ഇമേജ് ഓഫ് ദ ഗ്രാഫ് ഓൺ ദ ലൈൻ മിറർ എക്സ് ആക്സിസ്. അതായിരിക്കും മൈനസ് എഫ് ഓഫ്. അതേപോലെ സപ്പോസ് യു ഹാവ് എ ഫംഗ്ഷൻ കോൾഡ് y equals f of x. Suppose you take the modulus of that function. ആ ഫംഗ്ഷന്റെ മോഡുലസ് എടുത്തു വിചാരിക്കാം. അപ്പൊ എന്താവും? ഈ ഭാഗം ഇത് അതേപോലെ വരും. ഇത് അതേപോലെ ഈ സാധനം നേരെ ഇങ്ങനെ വരും. ഇത് റിഫ്ലക്ഷൻ. ദിസ് ഈസ് വാട്ട് വി കോൾ y equals mod f of x. അപ്പൊ y equals mod f of x പ്രത്യേകം that portion of the graph which is below x-axis, will come up. മുകളിലത്തെ ഭാഗം അതേപോലെ ഉണ്ടാവും, പക്ഷെ താഴത്തെ ഭാഗം ഉണ്ടാവും മടങ്ങി മുകളിലേക്കാവും. ഒരിക്കലും അത് എക്സ് ആക്സിസ് എപ്പോഴും അത് പോസിറ്റീവ് ആയിരിക്കുമല്ലോ. അപ്പൊ എക്സ് ആക്സിസ് താഴെ വരുന്ന സമയത്ത് നെഗറ്റീവ് ആവുമല്ലോ, അത് മുകളിലേക്കാവും. റിഫ്ലക്ഷൻ. അപ്പൊ താഴത്തെ ഭാഗം മാത്രം റിഫ്ലക്ട് ചെയ്ത് മുകളിലേക്കാവും. ദാറ്റ് ഈസ് വാട്ട് വി കോൾ മോഡ് എഫ് ഓഫ് എക്സ്. അപ്പൊ നമ്മൾ ഒക്കെ കൂടി പറയുമ്പം കുറേ എക്സാമ്പിൾസ് 6 ട്രാൻസ്ലേഷൻ പഠിച്ചു അല്ലേ? കെ യൂണിറ്റ് റൈറ്റ്, കെ യൂണിറ്റ് ലെഫ്റ്റ്, കെ യൂണിറ്റ് അപ്പ്, കെ യൂണിറ്റ് ഡൗൺ, പിന്നെ മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ്, മിറർ ഇമേജ് ഓഫ് ദ കർവ് ഓൺ എക്സ് ആക്സിസ്, പിന്നെ എന്താ പഠിച്ചത്? Modulus of f of x. What is modulus of f of x? That portion which is above will be there itself. But that portion which is down below will get folded and will come up. എന്താണോ താഴത്തെ ഭാഗം ഉള്ളത് അത് മടങ്ങി മുകളിലേക്കാവും. ഓക്കെ അല്ലേ മക്കളെ? അതാണ് മോഡുലസ് ഫംഗ്ഷന്റെ പ്രത്യേകത. അപ്പൊ അതാണ് നമ്മളെ മോഡുലസ്. അതിലൊരു ബേസിക് എക്സാമ്പിൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡുലസ് ഫംഗ്ഷൻ. f of x equals mod x. We call this as modulus function. ശരിക്കും മോഡുലസ് ഫംഗ്ഷൻ ഇത് മാത്രമൊന്നുമല്ല. f of x equals mod x plus 1, mod x plus 2, mod x plus mod x minus 1. ഇതൊക്കെ മോഡുലസ് ഫംഗ്ഷൻസ് തന്നെയാണ്. മോഡുലസ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ, റൈറ്റ്? ഇതിന്റെ ഗ്രാഫ് എങ്ങനെയാ? ഇതിന്റെ ഗ്രാഫ് ഇത്രയേ ഉള്ളൂ. നോക്കൂ, ഇത് y ആക്സിസ് ആണ്, ഇത് x ആക്സിസ് ആണ്. നമ്മൾ പഠിച്ചില്ലേ, ഇതല്ലേ എക്സ്, ഇതല്ലേ എക്സ്. അപ്പൊ എന്താ മോഡ് എക്സ് എന്തായിരിക്കും? മോഡ് എക്സ് എന്തായിരിക്കും? ഈ താഴത്തെ ഭാഗം മടങ്ങി മുകളിലേക്കാണ്. ഇതാണ് മോഡുലസ് എക്സ്. സിമ്പിൾ അല്ലേ? ദാറ്റ് പോർഷൻ വിച്ച് ഇസ് ബിലോ വിൽ കം അപ്പ്. അപ്പൊ ഇറ്റ് ഇസ് എ വി ഷേപ്പ് ഗ്രാഫ്, വി അറ്റ് 0. ഇതാണ് മോഡുലസ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡൊമെയിൻ എന്താ? വാട്ട് ഇസ് ദ ഡൊമെയിൻ ഓഫ് ദിസ് ഫംഗ്ഷൻ? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. വാട്ട് ഇസ് ദ റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ? It is positive real numbers. 0, close 0, infinity. Modulus function. Options alla. Modulus function. Modulus function. Close infinity. അപ്പൊ ഇതിന്റെ കുറച്ച് ഇംപ്രൂവൈസേഷൻ നമുക്ക് പഠിക്കാം. ഇംപ്രൂവൈസേഷൻ എന്തൊക്കെയാ? But suppose the graph is like this. f of x equals mod x plus 1 അല്ലെങ്കിൽ mod x plus 2. ഇതിന്റെ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവും മക്കളെ? mod x plus 2 ആണെങ്കിൽ 1 2 ഇങ്ങനെയായിരിക്കും. This is the graph. 2. So what is the domain? Set of all real numbers. What is the range? It is close to infinity. ഇത് ക്ലിയർ അല്ലേ മക്കളെ? Close to infinity.
ഷിഫ്റ്റിംഗ് ഒന്നുകൂടി പറയാം. ഓക്കെ, ഷിഫ്റ്റിംഗ് പറയാം. ഷിഫ്റ്റിംഗ് ഒന്നുകൂടി പറയാം. വെരി ഗുഡ്. ഷിഫ്റ്റിംഗ് ഒന്നുകൂടി പറയുമെന്ന് പറയണ്ടേ. അപ്പോൾ നമുക്ക് ഷിഫ്റ്റിംഗ് ഒന്നുകൂടി പറയാം, കുഴപ്പമില്ല. ഇതാണ് ഷിഫ്റ്റിംഗ്. ഷിഫ്റ്റിംഗ് ഞാൻ എവിടെയോ കുറേ എഴുതിയല്ലോ. ഷിഫ്റ്റിംഗ് x² + 1. നോക്കൂ, ഒരു യൂണിറ്റ് എഫ് ഓഫ് എക്സിനോട് 1 കൂട്ടിയാൽ ഒരു യൂണിറ്റ് മുകളിലേക്കാവും. എഫ് ഓഫ് എക്സിനോട് 1 കുറച്ചാൽ ഒരു യൂണിറ്റ് താഴേക്കാവും. എഫ് ഓഫ് എക്സിലെ ഉള്ളിലത്തെ എക്സ് കേട്ടോ, എക്സിന് പകരം x+1 വെച്ചാൽ ഒരു യൂണിറ്റ് ഇങ്ങടാവും. എക്സിന് പകരം x-1 വെച്ചാൽ ഒരു യൂണിറ്റ് അങ്ങടാവും. അപ്പോൾ അത് ഞാൻ ജനറലൈസ് ചെയ്ത് പറഞ്ഞ് ശ്രദ്ധിച്ചോളൂ. ജനറലൈസ് ചെയ്ത് പറഞ്ഞ എങ്ങനെയാ, എവിടെയോ പറഞ്ഞിട്ടുണ്ടല്ലോ, എവിടെയോ പറഞ്ഞ ഓർക്കില്ല. ഓക്കെ, ഞാൻ പറയാം. അതായത് ഇത്രയേ ഉള്ളൂ. അതായത് ഇങ്ങനെ ആലോചിച്ചാൽ മതി. മോഡുലസ് എക്സ് എച്ച് വെച്ചോളൂ. ഇത് മോഡുലസ് എക്സ് ആണ്. എക്സിന് പകരം x-1 വെച്ചാൽ ഇത് ഇങ്ങനെയാവും. എക്സിന് പകരം x+1 വെച്ചാൽ അത് ഇങ്ങനെയാവും. അപ്പം replacing x with x-1 shifts the graph 1 unit right. Replacing x with x+1 shifts the graph 1 unit left. ഇത് എല്ലാറ്റിനും ബാധകമാണ്. ഇപ്പം ഞാൻ ഇതാണ് പാരബോള വെച്ചോളൂ. ദിസ് ഇസ് പാരബോള. ഇത് x² ആണ്. ഇത് ഒരു യൂണിറ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പം ഇതിന് പേരെന്തായിരിക്കും? എക്സിന് പകരം x-1 വയ്ക്കാം. y equals, this will be y equals x-1 square, right? എല്ലാം y equal to ആണ്. ഇതൊക്കെ y equal to ഉണ്ട്. എല്ലാറ്റിലും y equal to ഉണ്ട് കേട്ടോ. y equal to ഉണ്ട്. y equal to mod x-1. This is y equal to mod x+1. This is y equal to x square. This is y equal to x-1 square. ഇങ്ങനെയാണെങ്കിലോ ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താലോ ഇത് -1 ആണ്. This is y equals x+1 square. അപ്പോൾ എക്സിന് പകരം x+1 വെച്ചാൽ ഒരു യൂണിറ്റ് ഇങ്ങോട്ട്, എക്സിന് പകരം x-1 വെച്ചാൽ ഒരു യൂണിറ്റ് അങ്ങോട്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ വെച്ചോളൂ. ഇങ്ങനെയാണെങ്കിൽ എന്താ വരിക? y equals mod x ഒരു യൂണിറ്റ് മുകളിലേക്ക് ആക്കി. അപ്പോൾ mod x y equals എന്തായിരിക്കും ഇക്വേഷൻ? y equals mod x+1. ഇതെന്തായിരിക്കും? അപ്പം താഴേക്കാണ് ഷിഫ്റ്റ് ചെയ്തെങ്കിലോ y equals mod x-1. റൈറ്റ്? മനസ്സിലായോ? ഓക്കെ, ഇനിയിപ്പം ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. മൈനസ് മോഡ് എക്സ്. ഇതാ താഴെയായതിന്റെ ഗ്രാഫ് എന്താ? y equals മൈനസ് മോഡ് എക്സ്. പിന്നെ ഇത് ഈ ഗ്രാഫ് എന്തായിരിക്കും? വാട്ട് വിൽ ബി ദിസ് ഗ്രാഫ്? y equals മൈനസ് മോഡ് x+1. Is that clear? That's all. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 6 ഷിഫ്റ്റിംഗ് മാത്രം പഠിക്കാം. എക്സിന് പകരം x-k ആണെങ്കിൽ അങ്ങോട്ട്, എക്സ് പകരം x+k ആണെങ്കിൽ ഇങ്ങോട്ട്, എഫ് ഓഫ് x+k ആണെങ്കിൽ ഇങ്ങോട്ട്, എഫ് ഓഫ് x-k ആണെങ്കിൽ ഇങ്ങോട്ട്, മൈനസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ താഴേക്ക്, മോഡ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ താഴത്തെ ഭാഗം മടങ്ങി മുകളിലേക്കാവും. അത്ര ആലോചിച്ചാ? ഓക്കെ, റൈറ്റ്. അപ്പം കേട്ടോ, എഫ് ഓഫ് എക്സ് മോഡ് x+2 ഇത് ഗ്രാഫ് ഇങ്ങനെയല്ലേ ഉണ്ടാവുക? വാട്ട് ദ റേഞ്ച്? ടു ഇൻഫിനിറ്റി. ഇപ്പൊ അടുത്ത ചോദ്യം, എഫ് ഓഫ് എക്സ് ഈക്വൽസ് 4 minus mod x. What is the domain? 4 minus mod x. What is the domain? 4 minus mod x. Domain is set of all real numbers. What is the range? What is the range of this function 4 minus mod x?
എന്താ നല്ല 4 minus mod x ഗ്രാഫ് വരയ്ക്കാം. How to draw the graph of 4 minus mod x? ഏറ്റവും നല്ല എന്താ മൈനസ് mod x താഴേക്കാണ് +4 4 ഒഴിച്ചും കിട്ടും. അപ്പോൾ ദിസ് ഇസ് 4 മൈനസ് ഇവിടെ 4 ആണ് 4 മൈനസ് mod x അല്ലേ. മൈനസ് mod x വന്നാൽ താഴേക്കാണ് താഴേക്ക് പോയി. mod x വന്നാൽ ഇങ്ങനെയാണ് മൈനസ് mod x വന്നാൽ ഇങ്ങനെയാണ് +4 4 ഒഴിച്ച് മുകളിലേക്ക് ആക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഗ്രാഫിന്റെ റേഞ്ച് എന്താ 4 വരെ പോവുള്ളൂ. വാട്ട് ദ റേഞ്ച് -infinity to 4 closed. I think this is clear. Okay, this is all about modulus function. Modulus function എപ്പോഴും അതിന്റെ ഔട്ട്പുട്ട് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അത് എപ്പോഴും ഓർക്കാം കേട്ടോ. ഇനി അടുത്തതാണ് സിഗ്നം ഫംഗ്ഷൻ. SIGUNUM സിഗ്നം ഫംഗ്ഷൻ. സിഗ്നം ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എക്സ് പോസിറ്റീവ് ആണെങ്കിൽ 1, എക്സ് നെഗറ്റീവ് ആണെങ്കിൽ -1, 0 ആകുമ്പോൾ 0. ദിസ് ഇസ് വാട്ട് വി കോൾ സിഗ്നം ഫംഗ്ഷൻ. അത് വളരെ പ്രധാനമായിട്ടൊരു ഫംഗ്ഷനാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ ഒക്കെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇതാണ് ഇതിന് ഇങ്ങനെയും പറയാറുണ്ട് സിഗ്നം ഫംഗ്ഷനെ SIGNUM സിഗ്നം ഫംഗ്ഷൻ. ഡിഫൈൻ ചെയ്ത f(x) equals mod x by x. x is not equal to 0. 0 അല്ലെങ്കിൽ ഇതാണ് is equal to 0 when x is equal to 0. ഇതാണ് സിഗ്നം ഫംഗ്ഷൻ. mod x by x not equal to 0 is equal to 0 when x is equal to 0. അതാണ് സിഗ്നം ഫംഗ്ഷൻ. അപ്പം ഇത് നമുക്ക് റീറൈറ്റ് ചെയ്യാം. എങ്ങനെ റീറൈറ്റ് ചെയ്യാം? നിങ്ങൾക്കറിയാം മോഡുലസ് ഓഫ് എക്സിന്റെ വാല്യൂ എക്സ് തന്നെയാണ്. അപ്പം എക്സ് പോസിറ്റീവ് ആവും, -x ആണ് എക്സ് നെഗറ്റീവ് ആവും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മോഡുലസ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ എക്സ് തന്നെ, -x ആവും എക്സ് നെഗറ്റീവ് ആവും. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമുക്ക് റീറൈറ്റ് ചെയ്യാം. എങ്ങനെ? f(x) is equal to, കാരണം എക്സ് പോസിറ്റീവ് ആകുമ്പോൾ ഇത് mod x എക്സ് തന്നെയാണ്, അപ്പോൾ എക്സ് 1 തന്നെയാണ്. എന്ന് വെച്ചാൽ എക്സ് പോസിറ്റീവ് ആകുമ്പോൾ 1, എക്സ് നെഗറ്റീവ് ആകുമ്പം mod x -x ആവും, -x by x is -1, x is 0 ആവുമ്പം 0. അപ്പോൾ you can either say like this or like this. ഇതാണ് f(x). Okay, now what is f of 10 ചോദിച്ചാൽ എന്താ ആൻസർ? 10 പോസിറ്റീവ് ആണ്, അതുകൊണ്ട് 1 ആണ്. What is f of -2 എന്ന് പറഞ്ഞാൽ what is the answer? This is -1. What is f of 0 പറഞ്ഞാൽ 0 ആണ് അല്ലേ? Okay, what is the graph of this one? This is y axis, x axis. പോസിറ്റീവ് ആണ് x, whenever x is positive the value will be 1. 1 ആണ്, ഇവിടെ പൊള്ളയാണ്. 0 ആവുമ്പം 0 ആണ്, -1 ആവുമ്പം ഇങ്ങനെ വരും, നെഗറ്റീവ് ആവുമ്പോൾ -1 ആണ് വരും. അപ്പോൾ എക്സ് പോസിറ്റീവ് ആകുമ്പോൾ 1, എക്സ് നെഗറ്റീവ് ആകുമ്പോൾ -1, എക്സ് 0 ആകുമ്പോൾ 0. ദിസ് ഇസ് ദ ഗ്രാഫ് ഓഫ് സിഗ്നം ഫംഗ്ഷൻ, റൈറ്റ്? അപ്പോൾ വാട്ട് ഇസ് ദ ഡൊമെയിൻ ഓഫ് സിഗ്നം ഫംഗ്ഷൻ? ഡൊമെയിൻ എന്തായിരിക്കും? ഡൊമെയിൻ ഇസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആൻഡ് റേഞ്ച് ഓഫ് സിഗ്നം ഫംഗ്ഷൻ ഇസ്, ആകെ 3 ഔട്ട്കം മാത്രമേ ഉണ്ടാവുള്ളൂ. റേഞ്ച് സിഗ്നം ഫംഗ്ഷൻ ആകെ 3 ഔട്ട്കംസേ ഉണ്ടാവുള്ളൂ. ഏതൊക്കെയാ? 0 ഉണ്ടാവും, 1 ഉണ്ടാവും, -1. എല്ലാ പോസിറ്റീവ് നമ്പേഴ്സും 1ലേക്കാണ് മാപ്പ് ചെയ്യുക, എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും -1ലേക്കാണ് മാപ്പ് ചെയ്യുക, 0ലേക്കാണ് മാപ്പ് ചെയ്യുക. അതാണ് റേഞ്ച് ഓഫ് ദി ഫംഗ്ഷൻ. അപ്പോൾ ദിസ് ഇസ് ദ ഗ്രാഫ്. ഇത് വളരെയധികം ഉപകാരം ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻസ് മനസ്സിലാക്കാം. ദിസ് ഇസ് വാട്ട് വി കോൾ സിഗ്നം ഫംഗ്ഷൻ. പോസിറ്റീവ് വാല്യൂ ആണ് ഇൻപുട്ട് എങ്കിൽ ഔട്ട്പുട്ട് ഇസ് 1, നെഗറ്റീവ് വാല്യൂ ആണ് ഇൻപുട്ട് എങ്കിൽ ഔട്ട്പുട്ട് ഇസ് -1. 0 ആകുമ്പോൾ 0. ഇവിടെ എന്തുകൊണ്ടാണ് പൊള്ള വരുന്നത്? 0ൽ 0 ആണ്, 0ൻ്റെ അപ്പുറത്തുള്ള എല്ലാ വാല്യൂവിനും വാല്യൂ 1 ആണ്. 0.1 ആണെങ്കിലും 0.0000 എത്ര ചെറുതാണെങ്കിലും പോസിറ്റീവ് ആണെങ്കിൽ 1 ആണ്, നെഗറ്റീവ് ആണെങ്കിൽ -1 ആണ്. ഓക്കെ, അതാണ് സിഗ്നം ഫംഗ്ഷൻ, റൈറ്റ്? അപ്പോൾ ആ ഗ്രാഫ് നമുക്ക് മനസ്സിലായി. ഇനി ഗ്രാഫ് വരച്ചു കേട്ടോ, ഇവിടെ പൊള്ളയാണ്, ഇവിടെ ഉണ്ടയാണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾസോ സേ ഇറ്റ് ആസ് mod x by x. ഇനി പറയുന്ന ഫംഗ്ഷനാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്താ? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്നാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ GIF എന്ന് പറയും. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. അതിൻ്റെ അർത്ഥം അതിനെ ഡിനോട്ട് ചെയ്യുക എങ്ങനെയാണ്? ബോക്സ് എക്സ്. വി കോൾ ഇറ്റ് ആസ് ബോക്സ് എക്സ്. മീൻസ്
greatest integer less than or equal to x. ഇതിന്റെ ഔട്ട്പുട്ട് ആണ്. എപ്പോഴും ഔട്ട്പുട്ട് ഇൻഡിജർ ആയിരിക്കും. എക്സിനേക്കാൾ താഴെയോ ഈക്വലോ ആയിട്ടുള്ള ഏറ്റവും വലിയ ഇൻഡിജർ. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം മോഡുലസ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2ന്റെ താഴെയോ ഈക്വലോ ആയിട്ടുള്ള ഇൻഡിജർ എന്താ? 2 തന്നെയാണ്. പക്ഷേ മോഡുലസ് അല്ല, ബോക്സ് ഓഫ് 2.2 എന്ന് പറഞ്ഞാൽ ഇതാണ് 2.2 ഉള്ളത്, ഇവിടെയാണ് 2 ഉള്ളത്, ഇവിടെയാണ് 2.2 ഉള്ളത്. അപ്പൊ 2.2നേക്കാൾ താഴെയുള്ള ഇൻഡിജേഴ്സിൽ ഏറ്റവും വലിയ ആള്. അപ്പൊ 2.2നേക്കാൾ താഴെയുള്ള ഇൻഡിജേഴ്സ് 2 ഉണ്ട്, 1 ഉണ്ട്, 0 ഉണ്ട്, -1 ഉണ്ട്. അതിൽ ഏറ്റവും വലിയ ആളാരാ? 2 ആണ്. അതാണ് ഗ്രേറ്റസ്റ്റ് ഫംഗ്ഷൻ. 2.2നേക്കാൾ താഴെയുള്ള ഇൻഡിജേഴ്സിൽ ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ് നമ്പർ. അപ്പൊ ആദ്യം ഇൻഡിജർ ആയാൽ അത് തന്നെയാണ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ബ്രാക്കറ്റ് ഓഫ് -3.4 വെച്ചു. അപ്പൊ ഇതാണ് 3.4, ഇവിടെയാണ് 3.4 ഉണ്ടാവുക. -3.4 ഇവിടെ ഇങ്ങനെ ഉണ്ടാവാം, -3.4. അപ്പം 3.4ന്റെ ഇപ്പുറത്തുള്ള 3.4ന്റെ ഇപ്പുറത്തുള്ള ഇൻഡിജർ ഏതാ? -4 ആണ്. ഇവിടെ -5 ഉണ്ടാവും. അപ്പൊ 3.4ന്റെ താഴെയുള്ള ഇൻഡിജേഴ്സിൽ ഏറ്റവും വലിയ ആള് greatest integer less than or equal to -3.4 വന്ന് it will be -4. അതുകൊണ്ട് it is not just the integer part. പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ ഇന്റിജർ പാർട്ടാണ്, നെഗറ്റീവ് ആണെങ്കിൽ അത് ഇന്റിജർ പാർട്ട് അല്ല. അത് നല്ലതാണ്. പ്ലേ വിത്ത് ഗ്രാഫ്സ് നല്ല ബുക്കാണ്, അമിത് അഗർവാളിന്റെ നല്ല ബുക്കാണ് പ്ലേ വിത്ത് ഗ്രാഫ്സ്. അറിയാവുന്നതിൻ്റെ ബുക്ക് നല്ലതാണ്. അത് അടുത്ത കൊല്ലമൊക്കെ നിങ്ങൾ കുറേ ഗ്രാഫ്സ് പഠിക്കണമല്ലോ. അപ്പോൾ കുറേ കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, കാൽക്കുലസ് അതിലൊക്കെ നല്ലതാണ്. കാശ് കൊടുത്ത് വാങ്ങണോ ചോദിച്ചാൽ അത്ര വിലയില്ല, 150 രൂപയൊക്കെ ഉള്ളൂ അതിന് വില. നല്ല ബുക്കാണ് 3. ഇനി ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാം. ഇതൊക്കെ ബേസിക് ഗ്രാഫ്സേ പഠിച്ചിട്ടുള്ളൂ. നമ്മൾ അതിൻ്റെ കോംപ്ലിക്കേറ്റഡ് ഗ്രാഫ്സ് അടുത്ത കൊല്ലം പഠിക്കും. ഓക്കെ, ക്രമേണ പഠിക്കാം. തൽക്കാലം ഇപ്പോൾ എല്ലാം കൂടി പഠിച്ചാൽ നന്നാവില്ല. എങ്ങനെ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാം? How to draw the graph of f of x equals box x. പിന്നെ വേറൊരു ചോദ്യമുണ്ട്, വേറൊരു ബുക്ക് കൂടി ഉണ്ട്, IA മാരൺ. ഈ കാൽക്കുലസ് ഇൻ 1 വേരിയബിൾ ഉണ്ട്, അതിലുണ്ട് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഗ്രാഫ്സ്. അത് ഞാനിപ്പോൾ 6 പറഞ്ഞിട്ടുള്ളൂ. ഷിഫ്റ്റിംഗ്, k യൂണിറ്റ് റൈറ്റ്, k യൂണിറ്റ് ലെഫ്റ്റ് ഒക്കെ, അതിൽ കുറേ ഷിഫ്റ്റിംഗ് പറയുന്നുണ്ട് IA മാരണിലെ ക്വസ്റ്റ്യൻ ബുക്കിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്ത കൊല്ലം കാൽക്കുലസ് പഠിക്കുമ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. സൈൻ എക്സ്, കോസ് എക്സ്, സൈൻ എക്സിലും കോസ്, ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ടല്ലോ. നമ്മൾ ട്രിഗണോമെട്രി പഠിക്കുമ്പോൾ അതിൻ്റെ ഗ്രാഫ് പഠിക്കണം. ഒരുപാട് തരത്തിലുള്ള ഗ്രാഫ് പഠിക്കാൻ പോകുന്നതാണ്. ഗ്രാഫ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, റേഞ്ച് കാണാനും പിന്നെ കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, കാൽക്കുലസ്, ഒരുപാട് കാര്യങ്ങൾ ഗ്രാഫിൽ നിന്ന് നമുക്ക് റിവീൽഡ് ആവും. ഇപ്പോൾ f of x equals box x. എങ്ങനെ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുക? ഹൗ ടു ഡ്രോ ദ ഗ്രാഫ്? ദിസ് ഇസ് y ആക്സിസ്, x ആക്സിസ്. നോക്കൂ, 0 ആവുമ്പം 0 തന്നെയാണ്. വാട്ട് ഈസ് ബോക്സ് ഓഫ് 0? 0. വാട്ട് ഈസ് ബോക്സ് ഓഫ് 0.1? 0. 0.2? 0. 0.3? 0. 0.4? 0. 0.5? 0. 0.6? 0. 1 ആവുമ്പം 1 ആണ്. 1 ആവുമ്പോൾ വാല്യൂ 1 ആണ്. ഇനി 1 കഴിഞ്ഞാൽ 1.1, ഇത് 1 ആണ്. 1.11, 1.21, 1.31, 1.41, 1.51, 1.61, 1.71. 2 ആവുമ്പം ഇത് 2 ആണ്. 2 ആവുമ്പം നോക്കൂ, ഇത് 2 ആണ്. 2 ആവുമ്പം ഇത് 2 ആണ്. അപ്പൊ ഇങ്ങനെ ഗ്രാഫ് പോലെ 2 കഴിഞ്ഞാൽ 2 തൊട്ട് 3 വരെ. 3 ആവുമ്പോൾ 3 ആണ്. 3 തൊട്ട് 4 വരെ ഇങ്ങനെയാണ്. അതുപോലെ ഇവിടെ -1 ആണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവുക. കാരണം 0.1 -1 ആണ്. 0.2 -0.2 ബോക്സ് വാല്യൂ -1 ആണ്. അപ്പം 0ന്റെയും -1ന്റെ ഇടയിൽ എല്ലാ വാല്യൂ -1 ആണ് ഔട്ട്പുട്ട്. അപ്പോൾ ദിസ് ഇസ് ദ ഗ്രാഫ്. അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ ഗ്രാഫിന്റെ സ്റ്റൈൽ കണ്ടിട്ട് ഒരു എന്താ പറയുക, സ്റ്റെപ്പ് പോലെ ആയതുകൊണ്ട് we also call it a step function.
സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഈ സ്റ്റെപ്പ് ഫംഗ്ഷൻ എപ്പോഴും ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആണ്. ഈ ഇൻഡിജർ പോയിന്റ്സിലൊക്കെ അത് ബ്രേക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഇൻഡിജർ പോയിന്റ്സിലൊക്കെ ഡിസ്കണ്ടിന്യൂസ് ആണ്. നമുക്ക് അടുത്ത കൊല്ലം കണ്ടിന്യൂറ്റി പഠിക്കുമ്പോൾ പഠിക്കാം. പിന്നെ ഇവിടെ പഠിക്കാനുള്ളത് ഡൊമെയിൻ ഓഫ് ദിസ് ഫംഗ്ഷൻ. ഗ്രാഫ് അറിയണം. ഡൊമെയിൻ ഓഫ് ദിസ് ഫംഗ്ഷൻ ഇസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. എല്ലാ റിയൽ നമ്പേഴ്സും ഉണ്ട്. റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ എന്താ? ഇതിന്റെ ഔട്ട്പുട്ട് എപ്പോഴും ഇൻഡിജേഴ്സ് ആയിരിക്കും. റേഞ്ചസ് ഓൾവേസ് ഇൻഡിജേഴ്സ്. അപ്പോൾ ഇൻഡിജേഴ്സ് ആയിരിക്കും. സെഡ് ആണ്. ഇറ്റ് ഇസ് ഓൾവേസ് ഇൻഡിജേഴ്സ്. ഓക്കെ, ഔട്ട്പുട്ട് ഇസ് ഓൾവേസ് ഇൻഡിജേഴ്സ്. ഈ ബോക്സ് ഫംഗ്ഷന് കുറേ പ്രത്യേകതകളുണ്ട്, കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ദാറ്റ് വിൽ ഡിസ്കസ് ലേറ്റർ. ബോക്സ് ഫംഗ്ഷന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ദാറ്റ് വിൽ ബി ഡിസ്കസ് ഇൻ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. വെറുതെ ബോക്സ് ഫംഗ്ഷന് ഗ്രാഫ് വരച്ചു. ഇറ്റ് ഇസ് ലൈക്ക് സ്റ്റെപ്പ്. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഉണ്ടയാണ്, ഇവിടെ പൊള്ളയാണ്. തീപ്പെട്ടിക്കുള്ളി ഇങ്ങനെ വെച്ച മാറി. ഇവിടെ പൊള്ളയാണ്. പൊള്ള. റൈറ്റ് സൈഡിലൊക്കെ പൊള്ളയാണ്, ലെഫ്റ്റ് സൈഡിലൊക്കെ ഉണ്ടയാണ്. ഉണ്ടാവുന്ന ക്ലോസ്ഡ്, അപ്പുറത്ത് ഓപ്പൺ ആണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ദാറ്റ് ഇസ് വാട്ട് വി കോൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ. സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ഗ്രാഫ് അതാണ് കേട്ടോ. എക്സ് -1ന്റെയും 0ന്റെയും ഇടയിലാവുമ്പോൾ ഇതിന്റെ വാല്യൂ -1 ആണ്. ഇവിടെ 0 ഓപ്പൺ ആണ്, ഇവിടെ -1 ക്ലോസ്ഡ് ആണ്. ഓക്കെ, ഇനി എന്താ പറയുക, ആൾജിബ്ര ഓഫ് ഫങ്ഷൻസ്. ഒന്നുമില്ല, രണ്ട് ഫംഗ്ഷൻസ് കൂട്ടുക എങ്ങനെ, കുറയ്ക്കുക എങ്ങനെ, മൾട്ടിപ്ലൈ ചെയ്യുക എങ്ങനെ, ഡിവൈഡ് ചെയ്യാം. രണ്ട് ഫംഗ്ഷൻസിനെ കൂട്ടാം. ഇപ്പം എക്സും x² ഉണ്ടെങ്കിൽ x+x² ആണ് കൂട്ടുക. x-x², f minus g പറഞ്ഞാൽ x-x² ആണ്. f*g പറഞ്ഞാൽ x*x² ആണ്. f/g പറഞ്ഞാൽ x/x² ആണ്. വെറുതെ സബ്ട്രാക്ട് ചെയ്യാം. സാധാരണമായി തന്നെ ഫംഗ്ഷൻസ് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. വേറൊരു ഓപ്പറേഷൻ കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത കൊല്ലം പഠിക്കാം. അപ്പോൾ യു ക്യാൻ ആഡ് ആൾജിബ്ര ഫംഗ്ഷൻസിൽ എഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഡിവിഷനിൽ എന്താ താഴെ 0 ആവരുത് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അതുകൂടി നിങ്ങളൊന്ന് നോക്കാം. പോയിന്റ് വൈസ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, കോഷ്യന്റ് ആകുമ്പോൾ f(x/g) ആകുമ്പോൾ എന്താവരുത് കണ്ടോ, കൂട്ടാൻ പറ്റും. f+g പറ്റും, f-g പറ്റും, fg പറ്റും, f/g. f+g പറഞ്ഞാൽ എന്താ, ഇത് രണ്ടും കൂടി കൂട്ടാം. x² 2x+1 ആണ്, x² + 2x+1. f-g പറഞ്ഞാൽ x² - 2x-1. f*g പറഞ്ഞാൽ x² × 2x+1. f/g പറഞ്ഞാൽ x² / 2x+1. അത് വലിയ പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് അതൊക്കെ തന്നെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ്. ഇനി നമുക്ക് അതിൽ എക്സസൈസ് നോക്കാം. ഇതാണ് നമുക്ക് എക്സസൈസ് നോക്കാം. ഫസ്റ്റ്, which of the following relations are functions? Give reason. If it is a function, determine its domain and the range. Okay, നമുക്ക് ഇതിലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം എക്സസൈസിൽ അല്ലേ. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം എക്സസൈസിൽ. വിൽ ഡിസ്കസ് സം ക്വസ്റ്റ്യൻസ് ഇൻ ദ എക്സസൈസ്. ഒരു ആദ്യത്തെ 4 ചോദ്യങ്ങൾ കോപ്പി. റൈറ്റ്, 4 ചോദ്യം. Which of the following relations are functions? You have seen that എല്ലാ ഫങ്ഷൻസും റിലേഷൻ ആണ്, പക്ഷെ എല്ലാ റിലേഷനും ഫങ്ഷൻ അല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്. Which if it is a function, determines domain and range. Okay, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. This is കണ്ടോ, 2 1. അപ്പോൾ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്, ഇവിടെ 11 ഉണ്ട്, ഇവിടെ 14 ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇങ്ങനെയാണ്. കുറച്ചുകൂടി വലുതാക്കാം അല്ലേ. 2 ഇതിലത്തെ ഫസ്റ്റ് എൻട്രീസ് പ്രത്യേകത 2 5 8 11 14 17. അപ്പുറത്ത് 1 മാത്രമേ ഉള്ളൂ അല്ലേ, ജസ്റ്റ് 1 മാത്രമേ. റൈറ്റ് സൈഡിൽ 1 മാത്രമേ ഉള്ളൂ. ഇപ്പം 2 goes to 1, 5 goes to 1, 8 goes to 1, എല്ലാം കൂടി 1ലേക്ക് വേണം. 11 goes to 1, 14 goes to 1, 17 also goes to 1. ഓക്കെ, അപ്പോൾ ഇത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ് അല്ലേ. ഇറ്റ്സ് എ ഫംഗ്ഷൻ, ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ അല്ലേ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, യെസ്. അപ്പോൾ ഇത് യെസ് ആണ്, ഫംഗ്ഷനാണ്. ഈ റിലേഷൻ ഫംഗ്ഷൻ ആണ്. വാട്ട് ദ ഡൊമെയിൻ ഓഫ് ദിസ് ഫംഗ്ഷൻ? ഡൊമെയിൻ എന്താ മക്കളെ? ഇതിന്റെ ഡൊമെയിൻ എന്താ? ഡൊമെയിൻ ഇസ് അത് മൊത്തം 2 5 8 11 14 17.
What is the range? Range is set 1. Set 1 മാത്രം. എല്ലാം കൂടി 1 മാത്രം. എവിടെയെങ്കിലും പോണ്? Range is set 1. ഫസ്റ്റ് ഇയറിൽ മാത്സിൽ അങ്ങനെ വാങ്ങാൻ പറ്റിയ ബുക്ക് ഏതാ? കുറേ പ്രോബ്ലംസ് ഉള്ള, സാധാരണ പ്രോബ്ലംസ് ഉള്ള ബുക്ക് വാങ്ങാം ടു സ്റ്റാർട്ട് വിത്ത്. പിന്നെ സെൻഗേജ് നല്ല ബുക്കാണ്, വർക്ക് ചെയ്യും. കുറേ പ്രോബ്ലംസ് ഉള്ള ഒരു ബുക്ക് വാങ്ങാം. അപ്പോൾ എനിക്ക് തോന്നുന്നു എറർലെസ് ഒക്കെ കുറേ ചെറിയ ചാപ്റ്ററിന് തന്നെ 300-400 ചോദ്യമുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അത് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. പിന്നെ സെൻഗേജ് കുറച്ച് നല്ല ചോദ്യങ്ങളാണ്, ജെഇക്ക് വരുന്ന ചോദ്യങ്ങളാണ് സെൻഗേജ്. പക്ഷെ ആദ്യം തന്നെ സെൻഗേജ് ചെയ്യാൻ തുടങ്ങിയാൽ യു വിൽ ഗെറ്റ് ഡിപ്രസ്ഡ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം കുറേ സൊല്യൂഷൻസ് ഉള്ള കുറേ ചോദ്യങ്ങളുള്ളൊരു ബുക്ക് വാങ്ങാം. ഐ തിങ്ക് ഇറ്റ് ഈസ് ബെറ്റർ ടു ബൈ എറർലെസ്. ദെൻ യു ഗോ ഫോർ സെൻഗേജ്. 2 ബുക്ക് വാങ്ങണമെന്ന് ഞാൻ പറയാം. 1 സെറ്റ് 1. ഇനി അടുത്ത ചോദ്യം നോക്കൂ. 2-1 4-2 6-3 8-4 10-5 12-6 14-7. സെക്കൻഡ് ക്വസ്റ്റ്യൻ റെഡി ആവും മക്കളെ? നോക്കൂ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ? എന്താ സെക്കൻഡ് ക്വസ്റ്റ്യൻ? ഇതാണ് 2. ഇത് 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്, 10 ഉണ്ട്, 12 ഉണ്ട്, 14 ഉണ്ട്. ഇവിടെ എന്താ ഉള്ളത്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്. 2 goes to 1, 4 goes to 2, 6 goes to 3, 8 goes to 4, 10 goes to 5. ഇതൊക്കെ സിമ്പിൾ ആണ്. 12 goes to 6 and 14 goes to 7. Yes, it is a function. And domain is this, range is this. അല്ലേ? ഓക്കെ. ഇനി 1 goes to 3, 1 goes to 5. ഇതല്ല ഫംഗ്ഷൻ. നോ, ഇറ്റ്സ് നോട്ട് എ ഫംഗ്ഷൻ. ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തായാലും എന്തുകൊണ്ടാണ് ഫംഗ്ഷൻ അല്ലാത്ത? അതിൻ്റെ റീസൺ പറയൂ. എന്തുകൊണ്ടാണ് ഫംഗ്ഷൻ അല്ലാത്ത? 1-ന് 2 ഇമേജ് ഉണ്ട്. ഒരാൾക്ക് ഇടത്ത് ഭാഗത്ത് ഒരാൾക്ക് 2 ഇമേജ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ. ഫൈൻഡ് ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ദ ഫോളോയിങ് റിയൽ ഫംഗ്ഷൻസ്. ഡൊമെയിനും റേഞ്ചും കാണാം. എങ്ങനെ കാണാം? സെക്കൻഡ് ക്വസ്റ്റ്യൻ. f of x equals mod x minus mod x. f of x equals minus mod x ന് ഗ്രാഫ് ഇങ്ങനെയല്ലേ മക്കളെ? ഇങ്ങനെയാണ് ഗ്രാഫ്. f of x minus mod x. ഞാൻ പറഞ്ഞു മൈനസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഗെറ്റ് എന്താ പറയുക, ഇറ്റ് വിൽ ഗെറ്റ് റൊട്ടേറ്റഡ് അബൌട്ട് ഇമേജ്. വെരി ഗുഡ്. ദാറ്റ്സ് 2 ഇമേജ് ഉണ്ട്. 2 ഇമേജസ്. ഓക്കെ. f of x മൈനസ് mod x ന് ഗ്രാഫ് ഇങ്ങനെയല്ലേ? ബട്ട് ഡൊമെയിൻ എന്താ? ഡൊമെയിൻ is set of all real numbers. What is the range? Range എന്താ മക്കളെ? മൈനസ് മോഡ് എക്സ് ആണ് റേഞ്ച്. എന്താ? ഇവിടെ വരെയുള്ളൂ. അപ്പോൾ 0 to -∞. അപ്പോൾ -∞ to 0. ഇതില് ഈ ചോദ്യത്തില് പല എക്സാമ്പിളും ചോദിക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയാം. ഈ എക്സാമ്പിളിനെ ഇംപ്രവൈസ് ചെയ്തിട്ട് ഇപ്പോൾ f of x equals minus mod x plus 5. ഇതിന്റെ range എന്താ? What is the domain? Domain is set of all real numbers. What is the range of this function? ഒന്ന് പറയൂ മക്കളെ. f of x equals minus mod x plus 5. What is the range? ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം? ഇതാണ് മൈനസ് മോഡ് എക്സ്, ഇതാണ് മൈനസ് മോഡ് എക്സ്. മൈനസ് മോഡ് എക്സ് പ്ലസ് 5 ഇങ്ങനെയല്ലേ? 5 യൂണിറ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, 5 യൂണിറ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അല്ലേ? 5 യൂണിറ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. വി ഷേപ്ഡ് തന്നെ തലകുത്തനെ ഒന്നുകൂടി 5 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ വാട്ട് ദ റേഞ്ച്? -∞ ടു ഇതിങ്ങനെ ഉണ്ടാവാം. അയ്യോ, ഇങ്ങനെ ഉണ്ടാവാം. അപ്പോൾ ദിസ് ഇസ് 5. അപ്പോൾ -∞ ടു 5 closed. That's a range. I think this is clear. Very good. വർക്കിംഗ് കിട്ടി. -∞ to 5. അപ്പോൾ അത് ഓർക്കുക കേട്ടോ. ഗ്രാഫ് വരച്ചിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. മോഡലസ് ആകുമ്പോൾ പ്രത്യേകിച്ചും, കാരണം അത് ആൾജിബ്രയ്ക്കിൽ ചെയ്യാൻ പറ്റില്ല. 9 - x², നമ്മൾ ഡിസ്കസ് ചെയ്തത് 16 - x² ചെയ്തില്ലേ? അപ്പോൾ 9x. ഇതിന് ഡൊമെയിൻ എന്താ? ഡൊമെയിൻ -33. നമ്മളിപ്പോൾ ചെയ്തതാണ് കുറച്ച് മുമ്പേ, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. റേഞ്ച് -33 അല്ല, ഇറ്റ് ഇസ് 0, 3. I think you understood that. ഞാൻ അത് ഡിസ്കസ് ചെയ്യാണ് കുറച്ച് മുമ്പേ. ഓക്കെ. A function is defined by f of x equals 2x minus 5. Write down the values of f of 0, f of 7, f of -3. f of 0 ആണെങ്കിൽ 0 കൊടുക്കത്തില്ല,
0 കൊടുക്കുമ്പോൾ -5. പിന്നെ f of 7 കൊടുക്കുക. 7 is 14 minus 5. 14 minus 5, 9. What is f of -3? ഇവിടെ -3 കൊടുക്കാം. -6 minus 5, it is -11. Right? Simple. A function t which maps the temperature degree Celsius to temperature is given by this. What is T0? T0 പറഞ്ഞാൽ C0 കൊടുക്കാം. What is T0? എന്തായിരിക്കും T0ന്റെ വാല്യൂ? X-ന് പകരം 0 കൊടുക്കാം. It will be 32. What is T28? എന്താണ്? 9/5 into 28 plus 32. അത് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക? ഭംഗിയുള്ള വാല്യൂ എല്ലാം കിട്ടുക. 28 കൊടുക്കുമ്പം ഭംഗിയുള്ള വാല്യൂ എല്ലാം കിട്ടുക. ഇത് സിംപ്ലിഫൈ ചെയ്യുക, ദാറ്റ്സ് ഓൾ. ഇവിടെ ഇതിൻ്റെ വാല്യൂ എന്താ കിട്ടുക? -10 കൊടുക്കുക. 9/5 into -10 plus 32 ചെയ്യാം. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 9 into 2 18 വരും. 32 minus 18 ചെയ്യാം. Now, what is the value of C when TC equals alternate? അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താ മക്കളെ? ഇത് സിംപ്ലിഫൈ ചെയ്യാലോ. 8 times 72 carries 7. 9 2s 18 7 25. 252 plus 32. 252 plus 32 അല്ല. 32 into 5 എത്രയാ? 32 into 5. 32 into 5 എത്രയാ? 5 to 10 carry 1. 160 line. 2 1 carry 1 412. Answer is 412 by 5. അത് നമ്മൾ ചെയ്ത് നോക്കാം. 412 by 5 is 80 something. ചെയ്ത് നോക്കാം. ഇനി ഇതെന്താ? 2 ഇവിടെ -2 പോവും. -2 9 to 18. 32 18 കുറയ്ക്കാം. 32 18 കുറച്ച് എത്ര കിട്ടാം? 32 minus 18 എത്ര കിട്ടാം? 4. 4 ആകുമ്പോൾ 1 അല്ലേ? 14. TC 212 ആണെങ്കിൽ സിയുടെ വാല്യൂ എന്താണ്? അപ്പോൾ TC 212 ആണെങ്കിൽ 212 is equal to 9C by 5 minus 32 plus 32. അതൊന്ന് 9C by 32 കാണാം. 9C by 5. 9C by 5 is 212 minus 32. Subtract ചെയ്യുമ്പോൾ 0. പിന്നെന്താ കിട്ടുക? 8 1 180. 9C by 5 is 180. അപ്പോൾ C is 180 into 5 by 9. 20 is equal to 100. അപ്പോൾ C equals 100. ഇതൊക്കെ സിമ്പിൾ ആണ്. It can be done at your level, no problem. Okay, right. അഞ്ച് വരെ ചെയ്തു നമ്മൾ. ഇനി ആറാമത്തെ ചോദ്യം എന്താ? ഫൈൻഡ് ദ റേഞ്ച് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ. ഇതൊക്കെ നമ്മൾ ചെയ്താൽ കണ്ടോ? 2 - 3x. റേഞ്ച് സെറ്റ് ഓഫ് എക്സ് പോസിറ്റീവ് ആണ്. അത് ശരി. അവിടെ ചെറിയ പ്രശ്നമുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. എക്സ് പോസിറ്റീവ് ആണ്. ഇതിന്റെ റേഞ്ച് കാണാനാണ് പറഞ്ഞു. ഫൈൻഡ് ദ റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ. നോക്കൂ, ഫൈൻഡ് ദ റേഞ്ച് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ്. f of x equals 2 - 3x. നോക്കൂ, f of x equals 2 - 3x. When x is bigger than 0, x bigger than 0 ആണ്. റേഞ്ച് ആണ് ചോദിച്ചത്. x is bigger than 0. റൈറ്റ്? അപ്പൊ x bigger than 0 ആണെങ്കിൽ എന്താ വരിക? x bigger than 0 ആണ്. അപ്പൊ നല്ലത് എന്താ? ഏറ്റവും നല്ല പരിപാടി എന്താ? ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാം. 2 - 3x ഗ്രാഫ് വരച്ചോളൂ. ഏറ്റവും നല്ല പരിപാടി ഏതാ? കുറേ പണിയുണ്ട്. നമുക്ക് ഏറ്റവും നല്ല പരിപാടി ഗ്രാഫാണ്. 2 - 3x ഗ്രാഫ് വരയ്ക്കാം. x 0 ആണെങ്കിൽ എന്താ വാല്യൂ? 2. ഈ 2 ഉണ്ടാവും. പിന്നെ x 0 ആണെങ്കിൽ 2. ഇത് y ഈക്വൽസ് ആക്കി എഴുതിക്കോളൂ. y ഈക്വൽസ് 2 - 3x. അപ്പൊ x 0 ആണെങ്കിൽ y-യുടെ വാല്യൂ 2 ആണ്. y 0 ആണെങ്കിൽ x-ന്റെ വാല്യൂ എന്താ? 2/3 ആണ് അല്ലേ? 3x 2 ആണ്. 2/3 ആണ്. 2/3 പറഞ്ഞാൽ ഏകദേശം ഇവിടെ. ഏകദേശം ഗ്രാഫ് ഇങ്ങനെയാണ്. ദിസ് ഇസ് ദ ഗ്രാഫ് ഓഫ് y ഈക്വൽസ് 2 - 3x. ഇതിന്റെ ഗ്രാഫ് ഇങ്ങനെയും വരയ്ക്കാട്ടോ. ഒരു പെട്ടി ഉണ്ടാക്കുക, എക്സ് എഴുതുക, വൈ എഴുതുക. അപ്പൊ x 0 ആകുമ്പോൾ y-യുടെ കാര്യം കാണും, y 0 ആകുമ്പോൾ x-ന്റെ വാല്യൂ കാണും. അത് ഏറ്റവും നല്ലത്. x 0 ആകുമ്പോൾ y-യുടെ വാല്യൂ എന്താ? 2 ആണ്. ഇനി y 0 ആകുമ്പോൾ x-ന്റെ വാല്യൂ എന്താ? 2/3 ആണ്. അതാണ് ഈ പോയിന്റ്. ഇത് 2/3 ആണ്. റൈറ്റ്? 2/3 ആണ്. ഇനി എന്താ ചോദ്യം? x പോസിറ്റീവ് ആണ്. x പോസിറ്റീവ് ആണെങ്കിൽ അത് റേഞ്ച് എന്താണ്? അപ്പൊ x പോസിറ്റീവ് ആണെങ്കിൽ എന്താ സംഭവിക്കാം? x പോസിറ്റീവ് ആണ് ഇവിടെ മാത്രമേ എടുക്കുള്ളൂ. ഇത് മാത്രമേ എടുക്കുള്ളൂ. x is taking only the values like this. x ഇവിടെ എടുക്കുള്ളൂ. അപ്പൊ ഇവിടെ എടുക്കുമ്പോൾ എന്തായിരിക്കും? എന്തായി? ഈ ഭാഗം എടുക്കില്ല.
അപ്പോൾ എന്തായിരിക്കും ഇവിടെ ഈ ഭാഗം ഉണ്ടാവും. The graph will be like this. Graph will be only like this. ഇവിടെ റൊട്ടേറ്റ് ഉണ്ടാവും. It will go like this. ഈ ഭാഗം ഉണ്ടാവില്ല. Is that clear? ഇവിടെ നിന്നുള്ള ഭാഗം ഉണ്ടാവില്ല. This is the graph. X is positive. X is taking only positive values. എന്നാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ what is the range? 2 നിന്ന് ഇങ്ങോട്ടേക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ what is the range? Range is minus infinity to 2 closed. ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മൈനസ് ഇൻഫിനിറ്റി ടു 2 ക്ലോസ്ഡ്. 2 ക്ലോസ്ഡ് ആ മനെ, 2 ക്ലോസ്ഡ് ആണ്. ഓപ്പൺ അല്ല, ക്ലോസ്ഡ് ആണ്. ക്യാൻ ബി ക്ലോസ്ഡ്. സോറി ക്ലോസ്ഡ് അല്ല, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓപ്പൺ ആണ്. സോറി അയ്യോ എക്സ് ഓപ്പൺ ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ല, സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഓപ്പൺ മൈനസ് ഇൻഫിനിറ്റി ടു 2 ഓപ്പൺ. വർക്ക് ശരിയാണ്, 2 ഓപ്പൺ ആണ്. ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ 0 ആണ്. ഇവിടെ പൊള്ളയാണ് കേട്ടോ, ഇവിടെ പൊള്ളയാണ്. Because x is taking only positive values. ഇവിടെ പോസിറ്റീവ് വാല്യൂസ്. ഓക്കെ, നെക്സ്റ്റ് x squared plus 2x is a real number. x squared plus 2 ആണ് ഗ്രാഫ്. എങ്ങനെയാണ് x squared plus 2ന്റെ ഗ്രാഫ്? നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതാണ് 2 യൂണിറ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലേ? ദിസ് ഇസ് y equals x squared plus 2. രണ്ട് വഴിക്ക് ചെയ്യാം നമുക്ക്. യു ക്യാൻ സേ ഇറ്റ് ഇൻ 2 ways. എങ്ങനെയാണ് രണ്ട് വേയിൽ പറയാം? y equals x squared plus 2ന്റെ ഗ്രാഫ് 2 to infinity ആണ്. അപ്പം ആൻസർ ഇസ് റേഞ്ച് ഇസ് 2 infinity. വാട്ട് ഇസ് ദ ഡൊമെയിൻ? ഡൊമെയിൻ ഇസ്, ഇതാണ് റേഞ്ച്. വാട്ട് ഇസ് ദ ഡൊമെയിൻ? ഡൊമെയിൻ ഇസ് സെറ്റ് ഓഫ് ഓർഡർ നമ്പേഴ്സ്. ഇനിയിപ്പോൾ അത് അറിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആൾജിബ്രൈക് വേയിൽ ഗ്രാഫ് അറിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ് സ്ക്വയർ പ്ലസ് 2നെ വൈയിലേക്ക് ഇക്വേറ്റ് ചെയ്യും. എക്സിനെ വൈയുടെ ടേമിൽ എഴുതാം. You take the value plus or minus. Take the values of y for which x is defined. If x is defined ആവണമെങ്കിൽ x is defined whenever y minus 2 is greater than or equal to 0, or y is bigger than or equal to 2, or y belong to 2 infinity. കണ്ടോ, ഇത് രണ്ടും സെയിം അല്ലേ? That's the range. Domain set of order. അത് നമ്മൾ കുറേ പ്രാവശ്യം ഡിസ്കസ് ചെയ്താണ്. x squared plus 2 ആകുമ്പോൾ it is a parabola face upwards 2 unit. 2 യൂണിറ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. y is equal to x റിയൽ നമ്പർ നമ്മൾ പഠിച്ചാണ്. ഡൊമൈനും സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. റേഞ്ചും സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഓക്കെ, റൈറ്റ്. ഇനി മിസലേനിയസിലെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് സെറ്റ് ഓഫ് ഓൾ റിയൽ? ഡിഫൈൻ എ ഫംഗ്ഷൻ f of x expressed, sketch the graph of this. കണ്ടോ, വെറുതെ ഗ്രാഫ് വരയ്ക്കാൻ പറയും. ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്തില്ലേ f of x plus 10, എന്നിട്ട് അതിൻ്റെ ഡൊമൈനും റേഞ്ചും കാണാൻ പറയും. ഗ്രാഫ് വരയ്ക്കാൻ കേട്ടോ, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. mx plus c ആ ഗ്രാഫൊക്കെ വരയ്ക്കാൻ നിങ്ങൾ സ്ട്രേറ്റ് ലൈൻസുള്ള ചാപ്റ്റർ പഠിക്കുമ്പോൾ അതൊക്കെ വൃത്തിയായിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, അതൊക്കെ നോട്ടെ. വിൽ ഡിസ്കസ് ദാറ്റ് ലേറ്റ്. ആണ് f of x equals 1 1 2 2 1 മൈനസ്. ഇത് നല്ലൊരു ചോദ്യമാണ് ഈ ചോദ്യം. അതായത് ഈ ചോദ്യം നമുക്ക് ചെയ്യാം. അതായത് ഈ ക്വസ്റ്റ്യൻ linear function from z to z ആണ്. It is given that it is a linear function from z to z. അല്ലേ? f is a function, be a linear function. എന്താ linear function? Linear function will be of the form f of x equals ax plus b. Linear function എന്താണ്? It is of the form f of x equals ax plus b. Linear function means it should be of the form ax plus b. ഫസ്റ്റ് ഡിഗ്രി ആണ്. ഫസ്റ്റ് ഡിഗ്രി ആകുമ്പോഴാണ് ലീനിയർ പറയാം. ആക്ച്വലി സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും, ഗ്രാഫ് സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. അപ്പം എഫ് ഓഫ് എക്സ് എക്സ് പ്ലസ് ബി ആണെങ്കിൽ എന്താ പറയുക? 1 1 ഇങ്ങനെയാണ് ഗ്രാഫ്. ഫംഗ്ഷൻ ഇങ്ങനെയാണ് 1 2 0 -1 1 3 -1 -3. 1 is going to 1, 2 is going to 3, 0 is going to -1, -1 is going to -3. അല്ലേ? അപ്പോൾ എഫ് ഓഫ് 1 is 1 എന്നുള്ള എന്താ അർത്ഥം? എഫ് ഓഫ് 1 1 ആണ്. എഫ് ഓഫ് 2 പറയുന്നത് 3 ആണ്. എല്ലാം ഒന്നും വേണ്ട. എഫ് ഓഫ് 0 പറയുന്നത് -1 ആണ്. എഫ് ഓഫ് -1 പറയുന്നത് -3 ആണ്. റൈറ്റ്?
അപ്പോൾ എഫ് ഓഫ് 1 1 ആണെങ്കിൽ നമുക്ക് പറയാം എക്സിന് പകരം 1 കൊടുക്കാം. അപ്പോൾ 1 is equal to a plus b. എഫ് ഓഫ് 2 3 ആണെങ്കിൽ എന്താ ഇവിടെ 2 കൊടുക്കാം. എന്താ ഇവിടെ 2 കൊടുത്താൽ എന്താ വരിക? 3 is equal to 2a plus b. റൈറ്റ്? ഇപ്പോൾ 2 ഇക്വേഷൻസ് കിട്ടിയാൽ മതി. ദാറ്റ്സ് ഇനഫ്, മോർ ദാൻ ഇനഫ്. എഫ് ഓഫ് 0 പറയുന്നത് -1 ആണ്. എഫ് ഓഫ് 0 -1 ആണെങ്കിൽ എന്താ 0 കൊടുത്താൽ എന്താ കിട്ടുക? -1 is equal to a into 0 plus b. b മാത്രം വരും. അപ്പോൾ ബിയുടെ വാല്യൂ -1 കിട്ടിയില്ലേ? ബിയുടെ വാല്യൂ -1 ആണ്, എയുടെ വാല്യൂ 2 അല്ലേ? നോക്കൂ, എഫ് ഓഫ് എല്ലാം വേണ്ട ആവശ്യമില്ല. എഫ് ഓഫ് -1 ആണ് എന്താ? -3 is equal to എക്സിന് പകരം -1 കൊടുക്കാം, -a plus b. ഇതിപ്പം 2 അൺനോൺസേ ഉള്ളൂ, എയും ബിയും മാത്രമാണ് അൺനോൺ. അപ്പോൾ 2 ഇക്വേഷൻസ് മതി. ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ഏതെങ്കിലും ഒന്ന് എടുക്കുക. അതായത് ഇതെടുത്തോളൂ, ബിയുടെ വാല്യൂ -1 ആണ്. ഈ ബി ഇക്വൽ ടു -1 ഏതെങ്കിലും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 1 is equal to a -1. എയുടെ വാല്യൂ എന്താ? 2 ആണ്. അപ്പോൾ എ ബി ഈക്വൽസ് -1 എ ഈക്വൽസ് 2 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഈക്വൽസ് ax, that is 2x minus 1. ഇതാണ് എഫ് ഓഫ് എക്സ്. നമുക്ക് ഇത് വർക്ക് ചെയ്യണ്ടോ നോക്കിക്കോളൂ. നമ്മളിപ്പം ഇത് കണ്ടോ, 2x. എഫ് എക്സ് 1 ആണെങ്കിൽ എഫ് ഓഫ് 1 1 ആണോ? ഓക്കെ, ശരിയാണ്. എഫ് ഓഫ് 2 കൊടുത്താൽ 3 ആണ്. എഫ് ഓഫ് 0 -1 ആണ്. എഫ് ഓഫ് -1 -3 ആണ്. കേട്ടോ, എല്ലാറ്റിലും വർക്ക് ചെയ്യില്ലേ? ഇവിടെ എക്സിന് പകരം എഫ് ഓഫ് എക്സ് 2x -1 ആണെങ്കിൽ ഇത് എല്ലായ്പ്പോഴും വർക്ക് ചെയ്യില്ലേ? അപ്പോൾ ചോദിക്കുക എന്ന് വെച്ചാൽ ഇത് ലീനിയർ ഫംഗ്ഷൻ ആണ്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് 100 ചോദിച്ചാൽ വാട്ട് ഇസ് ദ ആൻസർ? 2 into 100 minus 1 ഇങ്ങനെയൊക്കെ പറയാം. പക്ഷേ ഇവിടെ ഡൊമെയിനും ഇതും തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇത് എഫ് ഓഫ് 100 ചോദിക്കില്ല. ഫൈൻഡ് എഫ് ഓഫ് എക്സ് ചോദിച്ചിട്ടുള്ളൂ. എഫ് ഓഫ് എക്സ് ഇസ് 2x minus 1. അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽസ് ax plus b ആണെങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് a ആൻഡ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് b? റൈറ്റ്? 2x minus 1. ഓക്കെ, സിമ്പിൾ ആണ്. ഒറ്റ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ. പിന്നെ ഈ ചോദ്യം, ഫൈൻഡ് ദ ഡൊമെയിൻ ഓഫ് ദ ഫംഗ്ഷൻ. ഇതിന്റെ ഡൊമെയിൻ എങ്ങനെയാണ് മക്കളെ കാണുക? നമ്മൾ ഡിസ്കസ് ചെയ്താണ്. x² + 3x + 5/x² - 5x + 4. എങ്ങനെ ഡൊമെയിൻ കാണാം? അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിന്റെ റേഞ്ച് എങ്ങനെയാണ് കാണുക? റേഞ്ച് കാണാൻ കുറച്ചുകൂടി മെനക്കെടുണ്ട്. വിൽ ഡിസ്കസ് ദാറ്റ് ലേറ്റർ. ഇതിന്റെ ഡൊമെയിൻ എങ്ങനെ കാണുക? x² - 5x + 4 0 ആവരുത് അല്ലേ? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തല്ലേ കുറച്ച് മുമ്പേ? ആദ്യത്തെ വേവിന്റെ പ്രോബ്ലത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ അല്ലേ? ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഫൈൻഡ് ദ ഡൊമെയിൻ ഓഫ് ദിസ് ഫംഗ്ഷൻ x² - 5x + 6. എങ്ങനെയാ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവണമെങ്കിൽ x² - 5x + 4 0 ആവരുത്. അതായത് എഫ് ഓഫ് എക്സ് ഡിഫൈൻഡ് ആവണമെങ്കിൽ x² - 5x + 4 0 ആവരുത്. എന്ന് വെച്ചാൽ x -4 into x - 1 0 ആവരുത്. എന്ന് വെച്ചാൽ x 4 ആവരുത്, x 1 ആവരുത്. വാട്ട് ദ ഡൊമെയിൻ? ഡൊമെയിൻ എന്താവണം? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്ന് 1നെയും 4നെയും ഒഴിവാക്കുക. നമ്മളിത് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് യു റിമെമ്പർ ദിസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിൻ്റെ റേഞ്ച് കാണാൻ എങ്ങനെ ചെയ്യാന്ന്? റേഞ്ച് കാണൽ കുറേ ലെങ്തി ആയിട്ട് ചെയ്യുന്ന വഴിയാണ്. അത് ഈ ഭാഗത്ത് പഠിക്കേണ്ടതെന്ന് ഞാൻ പറയാം. നമുക്ക് കാൽക്കുലസ് കൂടി പഠിച്ചിട്ട് കുറച്ചുകൂടി മെച്യൂർ ആയിട്ട് പഠിച്ചാൽ മതി എന്ന് ഞാൻ പറയാം. ഇപ്പോൾ പഠിക്കേണ്ട കേട്ടോ. റേഞ്ച് ഉണ്ട്, ഇത് റേഞ്ച് കാണാം നമുക്ക്, പക്ഷെ ഇപ്പോൾ പഠിക്കണ്ട. ഓക്കെ, ഡൊമെയിൻസ്. അപ്പോൾ ഇപ്പോൾ ഈ ഇങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനത്തിലേക്ക് ഡൊമെയിൻ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, റൈറ്റ്. കേട്ടോ, എന്താ പറയുക, ഇപ്പോൾ നമ്മൾ കുറച്ച് mod x + 1. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്താ? 1 ∞ ആയിരിക്കും. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു, വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തു. പിന്നെ മിസ്സലേനിയസിൽ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. g(x) ഷോ ദാറ്റ് f of x ഫംഗ്ഷൻ g is not a function. ഇതെന്തുകൊണ്ടാണ് അറിയാം? എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ ആണ്, ജി ഓഫ് എക്സ് ഫംഗ്ഷൻ അല്ല പറയാൻ കാരണം. കണ്ടോ, ഇവിടെ 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. ഇവിടെ 3 കൊടുത്താൽ 3² ആണ്, ഇവിടെ 3 കൊടുത്താലും 3² ആണ്. അപ്പോൾ 3 is going to 9. ഇവിടെ ജോയിൻറ്റ് 3 അല്ലേ? ഇവിടെ 3 ക്ലോസ്ഡ് ഉണ്ട്, ഇവിടെ 3 ക്ലോസ്ഡ് ഉണ്ട്. അപ്പോൾ 3 9 ആണ്. അപ്പോൾ ജി എഫ് ഫംഗ്ഷൻ ആണ്. ഇവിടെ ജി നോക്കൂ, ഇവിടെ = 2, ഇവിടെ = 2 ഉണ്ട്. 2 ആകുമ്പോൾ ഇവിടെ 2 goes to 4 ആണ്. ഇവിടെ 2 goes to എന്താ? 6 ആണ്. മനസ്സിലുണ്ടോ? x2 ആകുമ്പോൾ 4 ആണ്, ഇവിടെ x2 ആകുമ്പോൾ 6 ആണ്. അപ്പോൾ x2 ആകുമ്പം ജിക്ക് 2 ഇമേജ് ഉണ്ട്. x2 ആകുമ്പം ജിക്ക് 2 ഇമേജ് ഉള്ളതുകൊണ്ട് അത് ഫംഗ്ഷൻ അല്ല. അതുകൊണ്ടാണ് ജി ഫംഗ്ഷൻ അല്ലാത്തത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഈ ക്വസ്റ്റ്യൻ ഡൊമെയിൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്താണ് എന്താ? ഇത് 0 ആവരുത്. അപ്പം 6ഉം 2ഉം അല്ലേ?
എക്സ് സ്ക്വയർ മൈനസ് 6 ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽസ് ടു എക്സ് 2 ആവരുത് എക്സ് 6 ആവരുത്. അപ്പോൾ ഇത് ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ എക്സ് മൈനസ് 1. ഡൊമെയിൻ എങ്ങനെയാണ് കാണാം? 1 ഇൻഫിനിറ്റി സെറ്റ് ഓഫ് ഓൾ ക്ലോസ് അതിന് എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇതിൽ ഡൊമെയിൻ റേഞ്ച് കാണാൻ പഠിച്ചു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. നാളെ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വിത്ത് ദാറ്റ് വിൽ ക്ലോസ് ടുഡേയ്സ് ക്ലാസ്. റൈറ്റ്. അപ്പോൾ നമുക്ക് ഫങ്ഷൻസിലെ ഡൊമെയിൻ റേഞ്ചിലുള്ള എല്ലാ ചോദ്യങ്ങളും ചെയ്യാം. ഡൗട്ട്സ് ഉള്ള എന്നോട് ചോദിക്കുക. ഈ ക്വസ്റ്റ്യൻ നാളെ ചെയ്തിട്ട് വരണം. എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഡൊമെയിനും റേഞ്ചും ഇത് ഞാൻ നാളെ ചെയ്യാൻ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. ഈ 3 ചോദ്യങ്ങൾ 4-ാമത്തെയും 5-ാമത്തെയും 6-ാമത്തെയും നാളെ ഞാൻ ചെയ്യാം. ബാക്കി എല്ലാം നിങ്ങൾ ചെയ്തിട്ട് വരാം. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്തിട്ട് വരാം. 4, 5, 6 നാളെ ചെയ്യാം. ദെൻ വിൽ സ്റ്റാർട്ട് സീക്വൻസ് സീരീസ്. ഓക്കെ, താങ്ക് യു. നാളെ അടുത്ത ദിവസം നമ്മൾ സീക്വൻസ് സീരീസാണ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ലോഗരിതം എന്നുള്ള ചാപ്റ്റർ കൂടി ഉണ്ട്, അത് പഠിച്ചാൽ നല്ലതാണ്. ലോഗരിതം നമുക്ക് പഠിക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, താങ്ക് യു.